உலகத்தின் அவசானம் அடையாளம். യേശുദാൻ പേശിയിരിക്കുന്നത് എന്താ? ആരും നിങ്ങളെ തെറ്റിക്കാതിരുപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, ഞാൻ ക്രിസ്തുവെന്ന് പറഞ്ഞു അനേക കള്ളക്രിസ്തുക്കളും പ്രവാചകന്മാരും എഴുന്നേറ്റ് വരും. അതൊക്കെ താൻ യേശു പറഞ്ഞ മറുപടി. பரலோகத்தின் ஆண்டவர் உன் பிள்ளை கூடி உலகத்தின் முடிவன் கடைசி கால செய்திகளும் இந்த நாள்கள் கொடுக்குது. மத்தாய் சுவிசேஷம் 24, 32, 33, 34. அந்த அத்தியை நோக்கி, അത്തിമരത്തെ നോക്കി ഒരു ഉപമ പഠിപ്പ്. അതിന് കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തുവല്ലോ. അങ്ങനെയൊക്കെ തന്നിമുള്ള മക്കൾ ഇവൻ കാണുമ്പോൾ അടുക്ക ഒരുവൻ വരുന്നു, അന്തിക്രിസ്തു, എതിർ ക്രിസ്തു. ആകാശം ഭൂമി ഒഴിഞ്ഞു പോകും, എൻ വചനത്തെ ഒഴിഞ്ഞു പോകാതെ. ഇന്ന് രാത്രി കർത്തൻ വരവിൻ 4 ചാലുകൾ വിശുദ്ധ വചനത്തിൽ. അതുകൊണ്ട് സമയം ക്ലിയറായി മേടിച്ചത്. എന്താ കർത്തൻ വരവിൻ 4 ചാലുകൾ? 1, അത്തിയാകുന്ന ഇസ്രയേൽ. 2, അവനടുക്ക വാതിൽക്കൽ. 3, പ്രപഞ്ചത്തിന്റെ മാറ്റം. 4, ഏകലോകമതം. കർത്തൻ വരവുക്ക് 4 കാരണങ്ങൾ യേശു താൻ ഒലുമലയിൽ ചൊല്ലിയിരിക്കുന്നത്. 1, അത്തിയാകുന്ന ഇസ്രയേൽ. 2, അവനടുക്ക വാതിൽക്കൽ. 3ാമത്തെ സംഭവമായി പ്രപഞ്ചം മാറും. 4, ഏകലോക ഭരണം. ഇന്ന് രാത്രി ഈ അത്തിമരം ഇസ്രയേലുக்கு 3 മരത്തെ കൊള്ള பேசியிருக்குது. பைபிள் கூட வச்சிருக்கணும். அத்தி அவன் ராஷ்டிரிய ஹோசையா, இந்த தீர்க்கதரிசியின் கடிதம் ஹோசையா வாசனம் 9 വാക്യം 10. ഹോശയ്യ 9:10. അത്തിവൃക്ഷത്തിൻ തലക്കനി പോലെ നിൻ പിതാക്കന്മാരെ ഞാൻ മരുഭൂമിയിൽ കണ്ടു ഇസ്രായേൽ. അതൊക്കെ താൻ അവൻ രാഷ്ട്രീയം. 2, മുന്തിരി. യോവാൻ സുവിശേഷത്തിക്ക് 15, 1, 2 വാക്യങ്ങൾ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, എൻ പിതാവ് തോട്ടക്കാരനും എന്നിൽ കായ്ക്കാത്ത കൊമ്പുകളൊക്കെയും അവൻ വെട്ടിക്കളയുന്നു. അത് താൻ അവൻ്റെ ആത്മീയം. അതിൻ്റെ പ്രത്യേകതയോ യോഹന്നാൻ 15, 1, 2, 3. അവൻ സൗന്ദര്യമാ. സങ്കീർത്തനം 128, 1, 2. പെന്തിക്കോസ് കല്യാണം. ഏതാ? യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ അധ്വാനത്തിൻ്റെ ഫലം വെള്ളറുടെ ബിവറേജസിൽ പോകത്തില്ല. ഭാര്യ കറുത്തമുത്തും ചന്ദനമഴയും കാണത്തില്ല. കുഞ്ഞുങ്ങൾ നെട്ടൂരി പോയി ചൂണ്ട പിടിക്കാനും നിൽക്കത്തില്ല. സന്തോഷമില്ലല്ലോ. പാറശാല ഷീല കല്യാണ മണ്ഡലത്തിൽ അരുമயான തിരുമണം നടക്കുമ്പോൾ இந்த பாஸ்டர்மார் இந்த சங்கீர்த்தனை ஆசீர்வாத மங்கள சங்கீர்த்தனை. அந்த டைமில் நாங்கள் ஊழியக்கார் கவரை பார்த்துருக்குது, நீங்கள் சிக்கன் பிரியாணியை பார்த்துருக்குது. ആ സമയത്ത് താൻ വായിക്കുന്ന സങ്കീർത്തനമാ. യഹോവയെ ഭയപ്പെട്ടവൻ്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ അധ്വാനത്തിൻ ഫലം വീട്ടിലെത്ത്. നിന്റെ ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും. 3 മരത്തുക്കെട്ട് ഇസ്രയേലിക്ക് ബൈബിൾ. 1, അവത്തിതാൻ അവൻ രാഷ്ട്രീയം. 2, മുന്തിരി താൻ ആത്മീയ, ഒലിവ് താൻ സൗന്ദര്യം. അങ്ങനെയെങ്കിൽ അത്തി തളിർക്കണം. 4 ദിവസം വേണം ആ പ്രസംഗം. അതുകൊണ്ടാണ് ഇവിടെ പ്രസംഗിക്കാത്ത. 7 രാജ്യങ്ങളുമായി ഇസ്രയേൽ യുദ്ധത്തിൽ ഏർപ്പെടുന്നു. 1, ഹമാസ്. 2, സിറിയ. 3, ലെബനോൻ. 4, ഇറാൻ. 5, തുർക്കി. 6, യമൻ. 7, അഫ്ഗാനിസ്ഥാൻ. യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്ക്. മഞ്ഞാലുമോട് ചഞ്ചലപ്പെട്ടു പോകരുത്. ഇന്ന് രാത്രി, നാളെ മുതൽ ഗാസയിൽ വെടിനിർത്തൽ. അതുകൊണ്ടാണ് ഈ പ്രസംഗം ഇന്ന് രാത്രി ഇവിടെ പ്രസംഗിക്കുന്നത്. ഇതെല്ലാം കാണുമ്പോൾ ഒരുവന്റെ കയ്യിലേക്ക് ലോകഭരണം. എന്താ ഒരുവൻ കൈക്കുള്ള ലോകഭരണം? ഇന്ന് രാത്രി ലോകത്തിൽ കഴിഞ്ഞ 2 വർഷത്തിന് പുറത്തായി ഈ ലൈനിലെല്ലാം നിങ്ങൾ കേട്ടു. ഇവിടെയെല്ലാം ജോസ് പാസ്റ്ററും കൂടെ ഇരുന്ന് കേട്ടു. റഷ്യ ഉക്രൈൻ ഇതുവരെ തീർന്നിട്ടില്ല. ഇസ്രായേൽ ഹമാസ് ഒരു വശത്ത്, എണ്ണവില. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ സകല മെഡിസിൻ്റെ വില കൂടുന്നു. അങ്ങനെയെങ്കിൽ ലോകം ഒരുവൻ ഭരിക്കണമെന്ന് ലോക നേതാക്കൾ പറയുന്നു. എല്ലാവരും ലോകം ഒരുവൻ കയ്യിൽക്കുള്ള വരുമ്പോൾ ശ്രദ്ധയോടെ ഇരിക്കണം. ഗഗനമാ ഉലകത്തിൻ മുടിവും കടസിക്കാല ചെയ്തികളും. இந்த നാൾക്കളിൽ 1ാമത് ലോകമകായിത്തം. എല്ലാം തമിഴും മലയാളവുമായി മിക്സ് ചെയ്ത് ഇവിടെ അനവധി പേർക്ക് തമിഴായതുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് പോകുന്നത്. 1914 മുതൽ 19 വരെ 1ാം ലോകമകായിത്തം. അന്ന് 5 ലക്ഷം പേരോളം മരിച്ചു. അന്ന് ഉലകം തീരുമാനിച്ചു ഇനി ഒരു വിഷയം വേണ്ട, ഒരു സംഘടന വരണം. അങ്ങനെ ഒരു സംഘടന വന്നു. അതിൻ്റെ പേരാണ് ലീഗ് ഓഫ് നേഷൻസ്, സർവ്വരാഷ്ട്ര സംഘടന. அந்த സംഘടന മുടിഞ്ചേ പോച്ചിരിക്കുന്നത് 39 മുതൽ 45 വരെ 2ാം ലോകമകായുദ്ധം. അന്ന് 5.5 കോടി പേർ മരിച്ചു. അത് പറയുമ്പോൾ ഇന്ന് രാത്രി 5.5 കോടി പേർ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സംഭവം ഉണ്ടായി. ഉലകം പറഞ്ഞു ഇനി യുദ്ധം വേണ്ട, ഒരു സംഘടന വേണം. ആ സംഘടന താൻ ഇന്ന് ഉലകത്തിൽ ഇരിക്കുന്നത്. அதுக்கு தான் யுனைடெட் நேஷன்ஸ், ஐக்கியராഷ്ട്ര സംഘടന, അന്തോണീസ് ഗുട്ടറാസ്. இந்த നാൾക്കളിലെ ഒരു 3ാം ലോകമഹായുദ്ധം വരും. ആ 3ാം ലോകമഹായുദ്ധം വരുമ്പോൾ ഒരു സംഘടന വരും. പുറകെ കുഞ്ഞു വായിക്കൂ. ഇന്ന് രാത്രി ഇന്ത്യയുടെ ധനമന്ത്രി തമിഴ്നാടുകാരി നിർമ്മലാ സീതാരാമൻ இந்த നാൾക്കളിൽ பேசியிருக்குது. 2023 G20 ഉച്ചകോടി ഡൽഹിയിൽ നടക്കുമ്പോൾ അവർ അരുമயான செய்தியை കൊടുത്തിരിക്കുന്നത്. ഈ ലോകം ഒരു കൈക്കുള്ള കൊടുത്താൽ നല്ലത്. സാപ്പാട്, വസ്ത്രം, മെഡിസിൻ എല്ലാം കൊടുത്താൽ ഒരുവൻ ഭരിക്കാം. നല്ല കാര്യം. നമ്മ ഇന്ത്യയുടെ
முதலமைச்சர் നരേന്ദ്ര മോഡിജി അവർ 2024 അബുദാബിയിൽ നല്ല ഒരു മന്ദിരം, ഒരു ക്ഷേത്രം പണിയാൻ അദ്ദേഹം ഓപ്പൺ ചെയ്ത് അദ്ദേഹം അവിടെ ചെന്നപ്പോൾ ചാനലുകാർ മുഴുവൻ മോഡി സാറിനോട് ചോദിച്ചു, മോഡിജി एक अच्छा बात बताने चाहिए, एक नया खबर इधर बताने चाहिए. അപ്പോൾ മോഡിജി പറഞ്ഞൊരു കാര്യമുണ്ട്, भाइयों बहनों ये सुनना मांगता, अपना दुनिया शांति समाधान बरकत होने के लिए एक आदमी हुकूमत में बैठेगा तो अच्छा है. ലോകത്തിന് സമാധാനവും ശാന്തിക്ക് ഒരുവൻ ഇരുന്നാൽ കൊള്ളാം. അത് രണ്ടാമത്തെ കാര്യം. 3, കഴിഞ്ഞ നവംബറിൽ എല്ലാവരും ഉണ്മയാണ് காலேஜ் இப்படி இருக்குது, இங்கே ஸ்டூடெண்ட்ஸ் எல்லாம் MBA MC BE കുഞ്ഞുങ്ങൾ എല്ലാം இருக்குது. നിങ്ങൾ പാത്തിരിക്കണം ഗഗനമായ ചിന്ത. 2024 നവംബർ മാസം ഇവിടെ റഷ്യയിൽ ഒരു ഉച്ചകോടി നടന്നു, ബ്രിക്സ് ഉച്ചകോടി. ആ ബ്രിക്സ് ഉച്ചകോടി നടക്കുമ്പോൾ എന്താ നിർണായകമായ ഒരു സംഭവം വന്നിരിക്കുന്നത്. അന്ന് 4 നേതാക്കന്മാർ ഒരുമിച്ചു. ആര്? ഈ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, അത് കഴിഞ്ഞിട്ട് പറഞ്ഞു തരാം ചൈന പ്രസിഡന്റ് ഷീ ജിൻപിങ്, എന്താ കൊറിയാവിൻ മുതലமைச்சர் കിങ് ജോങ്. പിന്നിൽ മോഡി കൈ കാണിച്ചില്ല, പുറേ ഇങ്ങനെ ഫുട്ബോളിൽ നിന്നോ അവർ പേസുകരുത്, ഒരുവൻ കൈക്ക് ലോകം കൊടുത്താൽ നല്ലത്. അങ്ങനെയെങ്കിൽ ബൈബിളുക്കുള്ള ഇരിക്കതാ ഈ ലോകം ഒരുവൻ കയ്യിൽ. ഒരിക്കൽ കൂടി 1ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഒരു സംഘടന വന്നു, ലീഗ് ഓഫ് നേഷൻസ്. 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ വരുന്നു വേൾഡ് ഓഫ് നേഷൻസ്. അങ്ങനെയെങ്കിൽ 3ാം ഉലക മഹായുദ്ധം കഴിഞ്ഞാൽ വരുന്നു ന്യൂ വേൾഡ് ഓർഡർ. ലോകം ഒരുവന്റെ കയ്യിലേക്ക് മൈക്രോചിപ്പുമായി നാളെ ഇതിലേക്ക് വായിക്കാം. അങ്ങനെ ഒരു സംഘടന വരുമോ? വെളിപ്പാട് 13:1-2. ഇനി എല്ലാവരും ബൈബിൾ എടുത്താട്ടെ. വെളിപ്പാട് 13:1-2 വാക്യങ്ങൾ വായിക്കാം. വെളിപ്പാട് പുസ്തകം 13:1-2 മോൻ വായിച്ചു. അപ്പോൾ 10 കൊമ്പും 7 തലയും. അവിടെ നിൽക്കട്ടെ മോനെ, പതിയെ പോണം. ആരാ 10 കൊമ്പ്? ശ്രദ്ധയോടെ ഇരിക്കണം. എന്താ 10 കൊമ്പിന്റെ പ്രത്യേകത? 10 കൊമ്പ് യൂറോപ്യൻ യൂണിയൻ. എല്ലാവരും 1991 അന്ന് സോവിയറ്റ് യൂണിയൻ തകരാൻ തുടങ്ങി. അന്നൊരുവൻ വന്നു ബ്രിട്ടന്റെ പ്രത്യേകത എന്താ? ബ്രെക്സിറ്റുമായി 12 രാഷ്ട്രങ്ങൾ കോട്ടവകാശം. ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസബർഗ്, നെതർലാൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ. 12-1 ദൈവം വെട്ടി ബ്രിട്ടൻ. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. പണ്ട് വെള്ളറുടെ കുഞ്ഞുങ്ങൾ അങ്ങേറ്റം പോയത് കാനഡയില്ല. എന്നാലും നമ്മുടെ നീലമാമൂട്ടിൽ അമ്മച്ചി ഇന്ന് ഫോൺ പറയുന്ന കേട്ടില്ല. മൂത്തമോൻ സ്വിറ്റ്സർലൻഡ്, മറ്റവൻ അയർലൻഡ്, അടുത്തവൻ ഡുബ്ലിന്, കൊച്ചുമോൻ ഇപ്പം മാൾട്ടാദ്വീപ്. മനസ്സിലാകുന്നവർക്കായി. അമ്മച്ചിയും വേലക്കാരി ഉണ്ട്. വേലക്കാരി ചാടി അമ്മച്ചിയുടെ കാര്യം കട്ടപ്പോക. മനസ്സിലാകുന്നവർക്കായി. കുഞ്ഞുങ്ങളെല്ലാം UK, അയർലൻഡ്, ഡുബ്ലിൻ, മാൾട്ട. സ്വോത്രം. 12-1 വെട്ടി. ദാണ്ടെ ബ്രിട്ടൻ. ദാണ്ടെ കണ്ടില്ലേ മഞ്ഞാലുമുട്ടുള്ള റോസമാമ ബ്ലൗസിന്റെ കൈ വെട്ടിയോല്ലോ, ഒറ്റ വെട്ട്. 12-1 പോയി 11 ഇനി ഒന്നുകൂടെ പോയാൽ അന്ന് രാത്രി എൻ്റെ പ്രിയൻ വാനമേഘത്തിൽ വരും 10 കൊമ്പ്. ഇനി അടുത്ത കാര്യം, 10 കൊമ്പിനോടനുബന്ധിച്ച് 7 തല. ഇറ്റലിയുടെ ടൈബർ നദീ തീരം. അവിടെ ഒരു മലയുണ്ട്, 7 മല. ക്യാപിറ്റോളിൻ, പാലിറ്റേലിൻ, അവൻ്റെ കൊറിയൻ, ബിമിനൽ, എസ്കലൻ, ജാനിക്കുലൻ. അതാ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ. അതൊന്നും അന്ത്യക്രിസ്തു അല്ല. അടുത്ത ഭാഗം വായിച്ചട്ടെ. 10 കൊമ്പ് 7 കലയും വായിച്ചട്ടെ. 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയും. കൊമ്പുകളിൽ 10 രാജമുടി. തമിഴ്നാട്ടിൽ മുതലமைச்சர் സ്റ്റാലിൻ മാത്രമല്ല, അവർ പക്കത്ത് അനേകം മിനിസ്റ്റർ ഇരിക്കുന്നത്. അഥവാ അമേരിക്ക തകരും, യൂറോപ്പിനോട് പലരും ചേരും. അടുത്തത് ഉലകത്തിൻ മുടിവ് വായിച്ചട്ടെ. തലയിൽ ദൂഷണനാമങ്ങളുമുള്ളൊരു ദൂഷണനാമം നിറഞ്ഞൊരു മൃഗം. വായിച്ചോ. ദൂഷണനാമങ്ങളുമുള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. സമുദ്രമാ ജനത്തിന്റെ ഇടയ്ക്ക് രാഷ്ട്രീയ നേതാവ് എഴുന്നേറ്റ് വരും. അതുകൊണ്ട് അവന്റെ പേര് പല പേര്. എതിർക്രിസ്തു, തുമ്പുകെട്ട ഇടയൻ, നാശയോഗ്യൻ, വരുവാനിരിക്കുന്ന പ്രഭു, അധർമ്മത്തിന്റെ മർമ്മം. അങ്ങനെ ഒരുവൻ എഴുന്നേറ്റ് വരും. അടുത്തത് നീ കണ്ട മൃഗം. വായിച്ചേ. ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശവും. പുള്ളിപ്പുലി ആ ഗ്രീസിലെ ഒറ്റക്കൊമ്പനായിരുന്ന അലക്സാണ്ടർ. പഴയ സാമ്രാജ്യം തിരിച്ചു വരും യൂറോപ്പ്. അടുത്തത് അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും. കരടിയുടെ കാല ഇന്നത്തെ ഇറാൻ. അതാ പഴയ ദാര്യാവേശും കോരശും 3 വാരിയല്ലേ. ലിബിയ, ഈജിപ്റ്റ്, ജോർദാൻ എന്ന് കത്തുന്നത്. അടുത്തത് വായിക്കാം. വായ സിംഹത്തിന്റെ വായ് പോലെയുമായിരുന്നു. അതാ ഇന്നത്തെ IS അഥവാ തലയിറക്കുന്ന നായാട്ടുവീരന്മാർ. നിമ്രോദ് 666. ഇറാഖ് അതിന് പിന്തുണ. അടുത്തത് അതിന് മഹാസർപ്പം. ഏതിനെ കണ്ട കുഞ്ഞപാമ്പ് മഹാസർപ്പം. തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. മസിൽ പവർ, മണി പവർ. അതുകൊണ്ട് വലിയ അധികാരം കൊടുത്തു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നമ്മുടെ 22ാമത്തെ താതിമൂട് കൺവെൻഷൻ നടക്കുമ്പോൾ ഒരു സംഭവം നടക്കുന്നത്. അതിനു വേണ്ടിയാണ് ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കുന്നത്. ഇന്ന് രാത്രി അമേരിക്കയിലെ പ്രസിഡന്റായി 47ാമത്തെ പ്രസിഡന്റായി ട്രംപ് അധികാരമേൽക്കുന്നു. ട്രംപ് അധികാരമേൽക്കുന്നതിനോടൊപ്പം തന്നെ ട്രംപിന്റെ വലതുഭാഗത്ത് ഒരുവൻ ഇരിപ്പുണ്ട്. സ്റ്റാർലിങ്ക് എന്ന സാറ്റലൈറ്റുമായി മനുഷ്യന്റെ മേൽ മൈക്രോചിപ്പ് കൊടുക്കാൻ തയ്യാറായിരിക്കുന്ന ഈലോൺ മസ്ക് ട്രംപിന്റെ കൂടെ. 3ാമത്തെ കാര്യമായി ഇന്നലെ ട്രംപ് വിളിച്ചു പറഞ്ഞപ്പോൾ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസുമായിട്ട് വെടിനിർത്തി നാളെ കൊണ്ട് ആൾക്കാരെ ഒഴിച്ചു കൊടുക്കുക. 4ാമത്തെ കാര്യം
കാര്യം അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാർ ഇന്നത്തെ അദ്ദേഹത്തിന് പോകാൻ അസൗകര്യമായുണ്ട്. ട്രംപിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം മോഡിയുടെ വലങ്കയായ എസ് ജയശങ്കർ ന്യൂയോർക്കിലേക്ക് പോകുന്നു. ട്രംപിനും ഇസ്രയേലിനും അമേരിക്കയ്ക്കും അതുപോലെ മൈക്രോചിപ്പിനും പിന്തുണ കൊടുക്കുക നിങ്ങൾ കാണാൻ പോകുന്ന കാഴ്ചയാണ്. അങ്ങനെയെങ്കിൽ നാളെ അതിലേക്ക് അങ്ങനെയെങ്കിൽ വരാൻ പോകുന്ന സംഭവം യഹൂദന് വേണ്ടി ഒരാലയം പണിയുവാൻ പോകുന്നു. ഇന്ന് രാത്രി ഹമാസുമായിട്ടുള്ള കരാറിനകത്ത് വരാൻ പോകുന്നത് യഹൂദന് വേണ്ടി ഒരാലയം പണിയുവാൻ പോകുന്നു. ഇന്ന് രാത്രി ഇതാ ഉലകത്തിൻ മുഴുവൻ കടൈസിക്കാല ചെയ്തികൾ ഇന്ന നാൾക്കളിലെ യഹൂദനുമായുള്ള വിഷയത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം. ഏകദേശം 15 കാര്യങ്ങൾ ആലയത്തിന് ശരിയായി കഴിഞ്ഞു. ഓൺലൈൻ മീഡിയ കാണുന്ന ലോകരാജ്യങ്ങൾ കാണുന്ന മക്കൾക്കായി ഞങ്ങൾ ഒരിക്കൽ കൂടി 2017 ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ഇസ്രയേലിനെ എന്താ ചെയ്തതെന്ന് അറിയാമോ? ഏറ്റവും നിർണായകമായ ഒരു കാര്യം ചെയ്തു. ജെറുസലേമിനെ ഇസ്രയേലിന്റെ തലസ്ഥാനം കുഞ്ഞുങ്ങൾ ഗാഢമായ ഗഗനത്തിക്ക് ചിന്ത ഉലകത്തിൻ മുടിവ് 48 മെയ് 14 ഡേവിഡ് ബെൻഗൂറിയൻ കൊടി ഉയർത്തുമ്പോൾ ആദ്യത്തെ തലസ്ഥാനം ടെൽ അവീവായിരുന്നു. 2018 ട്രംപ് വന്നു, അതിനെ ജെറുസലേം ഇസ്രയേൽ തലസ്ഥാനമാക്കി. ഒന്നാമത്തെ സംഭവം ശ്രദ്ധയോടെ ഇരിക്കണം. രണ്ടാമത്തെ സംഭവം ലോകം വിട്ടുനിന്നു ജെറുസലേമിൽ US എംബസി തുറന്നു. എന്തിനു വേണ്ടി? പള്ളി പണിയുവാൻ. ട്രംപ് മകൾ പേർ இருக்குது അവൾ താൻ ഇവാങ്കൽ, അവരെ കെട്ടിയ തമ്പി இருக்குது അവൾ താൻ ജാരേദ് കുഷ്നർ, അവൻ പാർട്ട്ണർ താൻ ഇന്നത്തെ എലോൺ മസ്ക്. ഇവരെല്ലാം ഒരുമിക്കുന്ന യഹൂദൻ ആലയത്തിന് വേണ്ടി. ഇനിമേൽ നിങ്ങൾ കേട്ടില്ലെന്ന് പറയുന്നത് അന്ത്യകാലം, അതൊക്കെ താൻ പ്രസംഗിക്കുന്നു. മൂന്നാമത്തെ കാര്യം ഇസ്രയേൽ ജൂതരാഷ്ട്രം ദാ കിടക്കുന്നു. ഏറ്റവും നിർണായകമായി ആർക്കും അവരോട് മത്സരിക്കാൻ പറ്റത്തില്ല. ഇസ്രയേൽ ജൂതരാഷ്ട്രം. 3 കാര്യങ്ങൾ ഞാൻ சொல்கிறது. നാലാമത്തെ കാര്യം இந்த കൺവെൻഷൻ കൂട്ടങ്ങൾ 22ാമത് മുതൽ കൺവെൻഷൻ മത്സരി കൂട്ടങ്ങൾ 3ാമത് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ യഹൂദന്റെ ആലയം പണിവാൻ ഒരു കമ്മിറ്റി റെഡിയായി. അതാ ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റി. 5ാമത്തെ കാര്യം 44 நாள் കൊണ്ട് ആലയം പണിതുക്ക ബ്ലൂ പ്രിന്റ് അവൻ കമ്പ്യൂട്ടറിൽ വന്നിരിക്കുന്നത്. 6ാമത്തെ കാര്യം 5ാമത്തെ കാര്യം 6ാമത്തെ കാര്യം $60 ലക്ഷം $1 ബില്യൺ അവർ പിരിച്ചിരിക്കുന്നത്. 7ാമത്തെ കാര്യം ഏറ്റവും നിർണായകമായി ഭൂമിയുടെ അടി നോക്കുവാൻ ഒരു കമ്പനിയെ കൊണ്ടുവന്ന് അതിൻ്റെ പേര് ഹാൽക്കറോ കൺസൾട്ടിംഗ് കമ്പനി. 8ാമത്തെ ആ സംഭവമായി $60 ലക്ഷം $1 ബില്യൺ അവർ പിരിച്ചു കഴിഞ്ഞു. 9ാമത്തെ കാര്യം ഇന്ന് രാത്രി യെരുശലേം ദേവാലയത്തിന് വേണ്ടി ചുവന്ന പശുക്കുട്ടികൾ ഇസ്രയേൽ ക്ലോണിങ്ങിൽ കൂടി ഉണ്ടാക്കി. യെരുശലേം ദേവാലയത്തിന് വേണ്ടി പശുക്കുട്ടികളെ ഇസ്രയേൽ ഉണ്ടാക്കി. 9ാമത്തെ കാര്യം நம்ம பக்கம் ஆல்மிய மன்னா பைபிள் காலேஜ் வெள்ளரடி இருக்குது. அதுக்கு தான் ഇസ്രയേലിക്കുള്ള 300 വാലിബർ പഴയ മോശയുടെ തൽമൂദ് പഠിപ്പിക്കുന്നു അവരുടെ കോളേജിനകത്ത്. 10 എല്ലാ യഹൂദനും മടങ്ങി വന്നാൽ അവിടെ വലിയ ട്രാഫിക് ഉണ്ടാവും. അതൊക്കെ താൻ ഒരു വാലിബനെ இந்த നാൾക്കളിൽ ബ്രിട്ടനിൽ പോലീസിൽ വിട്ടിരിക്കുന്നു. അവൻ താൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവർ താൻ റോണി അൽ ഷക്കർ. 11ാമത്തെ സംഭവമായി இந்த നാൾക്കൾ നമ്മ കൺവെൻഷൻ ഇങ്ങ് കൂടുമ്പോൾ അമേരിക്കയിൽ ടെക്സാസിൽ നിന്ന് ചവന്ന പശുക്കളെ ഇസ്രയേലിന് കൊണ്ടുകൊടുത്തു. 12 യഹൂദനുക്ക് ആലയം പണിഞ്ഞാൽ അതുക്കുള്ള പുരോഹിതന് കർമ്മത്തുക്ക് കൊടുക്കുവാൻ അവനൊരു മാർപ്പതക്കം വേണം. മെഡിറ്ററേനിയൻ കടലിൽ ഒച്ചയ്ക്ക് തൊണ്ടെടുത്ത് ഇന്ന് രാത്രി നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ അരുമയാണ് തൊണ്ടുക്ക് വെച്ച് $1,70,000 മാർപ്പതക്കം ശരിയായി. 13ാമത്തെ സംഭവമായി ഇസ്രയേൽ കഴിഞ്ഞ ഡിസംബറിൽ ആരംഭിക്കുന്നു റോഷ് ഹോഷന്ന ഗ്രൂപ്പ്. എന്താ റോഷ് ഹോഷന്ന ഗ്രൂപ്പ്? ഇസ്രയേലിലെ സകലരും മടങ്ങി വരുവാൻ പറയുന്നു. 14ാമത്തെ സംഭവം കോവിഡ്ക്ക് മറവിൽ ഒരു സംഭവം നടന്നു യഹൂദന് ആലയത്തിന് വേണ്ടി. ഇനി അവിടെ നിൽക്കുമ്പോൾ ആ ഭാഗം ഒരു ഫുൾ സ്റ്റോപ്പ്. ഇസ്രയേലും ആലയവും പറയാം. ഇസ്രയേലിന്റെ 1ാമത്തെ ആലയം സമാഗമന കൂടാരം മരുഭൂമിയിൽ അത് പോയിരിക്കുന്നത് പ്രാകാരം വിശുദ്ധ സ്ഥലം അതിവിശുദ്ധ സ്ഥലം പോയി. 2ാമത്തെ ആലയം ജ്ഞാനിയ സലോമോൻ ആലയത്തെ പടുത്തു. കൂർനോക്കാതെ പുരോഹിതന്മാർ അവൻ നല്ലവൻ അവൻ ദയ എന്നേക്കുമുള്ളത്. അന്ത ആലയം വന്ന് BC 606 നെബുക്കദ്നേസർ എന്ന ചക്രവർത്തി തകർത്ത് കളഞ്ഞു. 3ാമത്തെ ആലയം ദാര്യാവേശും കോരശന്റെ ഇടയൻ നെഹമ്യാവ് സെരബാബേൽ പണിയപ്പെട്ടു. ഇനി അതിനുശേഷം ആ ആലയം പോയോ? ശ്രദ്ധയോട് ദാനിയേൽ ദീർഘദർശിയും കണ്ടു. മഹാസമുദ്രത്തിന് നേരെ 4 കാറ്റടിക്കുന്നത് ഞാൻ കണ്ടു. തല തങ്കം നെബുക്കദ്നേസർ, നെഞ്ചും കയ്യും വെള്ളി, അരഭാഗം താമ്രം, ഗ്രീക്കിലെ ഒറ്റക്കൊമ്പൻ. അതൊക്കെ ഹെരോദാവിനാൽ 46 വർഷം കൊണ്ട് പണിയപ്പെട്ട ദേവാലയം. ഓശാന പെരുന്നാൾ യേശു വന്നു. മത്തായി സുവിശേഷം 24:1-2 കേട്ടാട്ടെ. അവൻ ദൈവാലയത്തിൽ ആശാന് കരിമயான செய்தியை கொடுக்குது. ஆலயத்தை விட்டு புறத்து வருது. ஊழியக்காரெல்லாம் பார்த்துருக்கிறது. ஐயா அருமையான ஆலயம் இருக்குது, பூ இருக்குது, பூந்தோட்டம் இருக்குது, கிச்சன் இருக்குது, நல்ல வண்டி பார்க்கிங் இருக்குது. இயேசு சொல்லி தந்தா இது கல்லுக்கு மேல் கல்லு சேஷிப்பாதை இடிஞ்சு போகும். கரம் உயர்த்தி கர்த்தருக்கு மகிமை. இதுதான் இஸ்ரேல் ஹமாஸ். இனி அடுத்த காரியம் AD 68 எல்லாரும் கேட்டாட்டு. AD 68 டைட்டஸ் എന്നാ ഒരു ചക്രവർത്തി ആലയത്തെ തകർക്കുവാൻ വന്നു. ആരോ പേശുகிறதுக்கு ആലയத்துக்கு കീഴെ നല്ല തുട്ട് இருக்குது, പണം இருக்குது. ആന മട്ടുമായി വന്ന് എല്ലാം തകർക്കാൻ വന്നു. അന്ത സമയത്ത് അവനൊരു മെസ്സേജ് കേട്ടിരിക്കുന്നു. താഴെ തകർപ്പറ എന്താ മെസ്സേജ്? സുന്മയാ ചെയ്തിരിക്കുന്നത് അവ അപ്പ മരിച്ചു പോയി
വന്നുകൊണ്ടിരിക്കുന്നത്. അവൻ പട്ടാളക്കാരോട് പറഞ്ഞു, നമുക്ക് മാറാ, ഇപ്പൊ ആക്രമിക്കേണ്ട, അപ്പാ മരിച്ചുപോയി. ആ സമയത്ത് യേശു ക്രിസ്തുവിന്റെ ഒലിവുമല പ്രഭാഷണം കേട്ടവർ പള്ളിക്കരുത്, അവർക്ക് പിടികിട്ടി ആലയം തകരും. അവർ പെല്ല എന്ന് പറയുന്ന മലയ്ക്കുള്ള ഓടിപ്പോയെങ്കിൽ ഇന്ന് രാത്രി ഇസ്രായേലിന്റെ 3-ാം ലോകമകായിത്തോ, ഇവിടെ ഒരു ലോകമകായിത്തോ, ആലയവും വരുന്നതിന് മുമ്പ് ഒരു കൂട്ടർ ഇവിടുന്ന് എടുക്കപ്പെടാൻ കാലമായി. യാറവർ കർത്തൻ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ പ്രിയൻ വരവുക്കുള്ള എടുക്കപ്പെടാൻ കാലമായി. இந்த നാൽക്കൽ മഞ്ഞാൽ മൂട് കാലം സമീപം, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വാ, நாதன் வராராய். அருமையான செய்திகள் இஸ்ரேலுக்கு மட்டும், உலகத்தின் முடிவு கடைசி கால செய்திகள். AD 70 காலகட்டம் டைட்டஸ் வந்திருக்குது, ஆலயம் தகர்த்திருக்குது. இந்த അന്താരാഷ്ട്ര പ്രശ്നം യഹൂദൻ ആലയമില്ല, ഇതാ ഹമാസുമായിട്ടുള്ള പ്രശ്നം എത്താൻ പോകുന്നത്. നാളെ രാത്രി ഇതിലേക്ക് നമുക്ക് വരാം. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, AD 70 ആലയം തകർത്തു. ഇന്ന് യഹൂദന് 2 കാര്യമേ ഉള്ളൂ. ഒന്ന് വിലാപം മതിൽ, அதுக்கு தான் தலை இடிச்சு யகூதன் பேசுகிறது கரையுது சினகோக் இல்லாதிருக்குது. 2 இயேசு கயறி ஒரு வாதில் இருக்குது, ആ വാതിൽ ഇന്നും അടച്ചിരിക്കുന്നത്. നിങ്ങൾ കരുതിയം എസക്കേൽ ദീർഘദർശിയും കരുതാം അധ്യായം വചനത്തെ വാസിക്കുന്നത് 44:1-2. എസക്കേലിന് ദൈവം കൊണ്ടുവന്നു, കിഴക്കേ വാതിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറഞ്ഞു, ഈ വാതിൽ ആരും തുറക്കരുത്. യഹോവേ കർത്താവ് ഇതിൽ കൂടി കടന്നത് കൊണ്ട് ഇത് അടഞ്ഞിരിക്കണം. എല്ലാവരും ഗഗനമായി ചിന്തിക്കുന്നത് 1967 ചോർദാനിലെ ഹുസൈൻ രാജാവ് ആലയത്തിന്റെ വാതിൽ തുറക്കാൻ വന്നു. രാജാവ് വീണതല്ലാതെ വാതിൽ തുറന്നില്ല. അതൊക്കെ താൻ സങ്കീർത്തനം 24 സംഗീതം വാസിക്കരുത്. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, കരം ഉയർത്തുന്നവർക്കായി പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പ്. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. നമ്മുടെ നാഥൻ മടങ്ങി വരും. ഇന്ന് രാത്രി മഞ്ഞാലുമോട് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ല, മനുഷ്യകുമാരൻ മടങ്ങി വരും. ഇനി വരുവാനുള്ളവൻ വരെ കാലമേറെയില്ല. വചനത്തെ വാസിക്കുന്നവർക്കായി ഇന്ന് അന്താരാഷ്ട്ര പ്രശ്നം, UN പ്രശ്നം, ഇന്ത്യ പ്രശ്നം, മുതലமைச்சர் ഉലക രാഷ്ട്രങ്ങളിലുള്ള പ്രശ്നമാണ്. ഇസ്രയേലിൽ ആലയമില്ല. അതൊക്കെ താൻ ഇന്ന് ട്രംപ് ഒരു വെള്ള കുതിരയുടെ പുറമോടിയായിട്ട് നാളെ നാം അത് ചിന്തിക്കുക. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി 13 കാര്യങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞു. 1-ാമത്തെ ഇടവേളയിലേക്ക് പോകുവാൻ സമയമായി വരുന്നു. 14-ാമത്തെ സംഭവം പുറപ്പാട് പുസ്തകം 30:12-13. ഇന്ന് രാത്രി ആലയത്തേക്കുള്ള കാണിക്കയ്ക്ക് വേണ്ടി തുട്ടവർ റെഡിയായി കഴിഞ്ഞു. മോൻ വായിക്കും 14-ാമത്തെ സംഭവം. വായിച്ചാട്ടെ, പുറപ്പാട് 30:12-13. വചനമെടുക്കാം. ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടതിന്, ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ എടുക്കേണ്ടതിന് അവരെ എണ്ണുമ്പോൾ അവരുടെ മധ്യേ ബാധ ഉണ്ടാകാതിരിപ്പാൻ അവരിൽ ഓരോരുത്തൻ താന്താന്റെ ജീവന് വേണ്ടി യഹോവയ്ക്ക് വീണ്ടെടുപ്പ് വില കൊടുക്കണം. എല്ലാവരും ബൈബിൾ ഗഗനമായി ചിന്തിക്കണം. അതൊക്കെ താൻ ഈ വാക്യം വായിക്കുന്നത്. അടുത്തത്, എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന ഏവനും വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം ആലയത്തിലുള്ള തുട്ട കൊടുക്കണം. തൂക്കപ്രകാരം 1/2 ശേക്കൽ കൊടുക്കണം. 1/2 ശേക്കൽ കൊടുക്കണം. പെന്തിക്കോസ്തുകാരെല്ലാം കേട്ടാട്ട് 1948 മെയ് 14 ഇസ്രായേൽ സ്വതന്ത്രമായത്. 70 ആയപ്പന്മാര് ധനവാന്മാരായി. നമ്മുടെ 25 പൈസ 50 പൈസ തൊട്ടുപോലെ ഇത് മാറ്റി. 2020 இந்த கோவிட் வந்திருக்குது. இஸ்ரேல் பிரதான மந்திரி பெஞ்சமின் நெதன்யாஹு ட்ரெஷரிக்குள்ள நாணயம் அடிச்சு வீட்டுக்கு கொடுத்திருக்குது. ஆலயத்துக்கு காணிக்கை இடான். அடுத்த வாக்கு வாய்க்காமனே, உண்மையான வசனம் வாய்ச்சட்டே. ஷேக்கல் என்னது 20 கேரா. ஷேக்கல் என்னது 20 கேரா. அடுத்தது, ആ 1/2 ശേക്കൽ യഹോവയ്ക്ക് വഴിപാടായിരിക്കണം. ആലയத்துக்குள்ள കാണിക്ക 1/2 ശേക്കൽ കൂടുതൽ കൊടുക്കരുത്. അടുത്ത ധനവാൻ ദരിദ്രൻ കാശുള്ളവൻ കൊണ്ടുവന്ന് 2 കോടി കൊടുക്കരുത്. இந்த துள்ளரப்பு பார்க்கறது சின்னம்ம சேச்சு கொண்டு வந்து 1/4 ശേക്കലും കൊടുക്കരുത്. அதுக்கு தான் 1/2 ശേക്കൽ കൊടുത്തത്. അടുത്ത വാക്ക് വായിക്കാം. എണ്ണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ 20 വയസ്സും അതിന് മീതെയുള്ളവരെല്ലാം യഹോവയ്ക്ക് വഴിപാട് കൊടുക്കണം. കുഞ്ഞു കുളന്തകയെ കാണിക്ക കൊടുക്കാതെ 20 മേൽക്ക് പിള്ളകൾ കൊടുക്കണം. இந்த തൂക്കം എന്നത് അടുത്ത വാക്കൂടെ മുൻ വായിച്ചു വായിക്കാം. നിങ്ങളുടെ ജീവന് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ നിങ്ങൾ യഹോവയ്ക്ക് വഴിപാട് കൊടുക്കുമ്പോൾ ധനവാൻ 1/2 ശേക്കലിൽ അധികം കൊടുക്കരുത്. കൊണ്ടുവന്ന് 2 കോടി കൊടുക്കരുത്. സ്വത്രം. അത് കഴിഞ്ഞിട്ട് ദരിദ്രൻ കുറച്ചു കൊടുക്കുകയും അരുത്. അതുകൊണ്ട് മക്കളെ, ട്രഷറിന്ന് മനുഷ്യന്റെ എണ്ണം അനുസരിച്ച് എല്ലാ വീട്ടിലും കൊണ്ട് അലമാരി വെച്ചേക്കുക. ഇതെന്താ സുന്ദരമായ 1/2 ശേക്കൽ ആലയത്തിന് കാണിക്കണം. 14-ാമത്തെ സംഭവം 15. പെന്തിക്കോസ്തുകാരെല്ലാം കേൾക്കണം. ഇതാ കാന്തൻ വരവ്. ഇന്ന് രാത്രി 7 രാഷ്ട്രങ്ങളുമായി 2021 ഒക്ടോബർ 7 ഇസ്രയേലും ഹമാസും യുദ്ധം തുടങ്ങുമ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു ഒരു കാര്യം പറയൂ, സകലർക്കും മടങ്ങി വരാം. 4-ാമത്തെ പ്രവചനം എസക്കേൽ പ്രവചനം 36-67. എല്ലാ ബൈബിളും എടുത്താട്ട് എസക്കേൽ ദീർഘദർശിൻ കടിത അധ്യായം വസനത്തെ വാസിക്കുന്നത് 36-24 വാക്യത്തെ കൊടുക്ക്. ആ വായിച്ചാട്ട് മോനെ, എസക്കേൽ 36-24 വായിക്കാം. എസക്കേൽ പ്രവചനം 36-24 വാക്യം. യഹൂദൻ മടങ്ങി വരുന്നു. വായിച്ചാട്ട്.
ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന്, ആ കൊച്ചി മട്ടാഞ്ചേരിയിൽ നിന്നും ആഫ്രിക്കയിലെ നൈജീരിയയിൽ നിന്ന് വായിച്ചാട്ടെ, ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്നും നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. കരമുയർത്തുന്നവർക്കായി അരിപ്പ കൊണ്ടരിക്കുന്നത് പോലെ ഇസ്രായേൽ മക്കള് ലോക ജാതികളുടെ ഇടയിലായിരിക്കും സകലരും മടങ്ങി വരാം. കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ കൊച്ചിയിലായിരുന്നു. അവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ മട്ടാഞ്ചേരി ഞാൻ അവിടെ ചോദിച്ചു, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അവിടുത്തെ ഒരു ഊഴിയക്കാരൻ എന്നോട് പേശിയിരിക്കുന്നത് ഒരു ബാബു ചേട്ടൻ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, അവർ പോകുന്നെങ്കിൽ പൈസ വീടിഞ്ഞ് തരണേന്ന്. അപ്പൊ അവർ യഹൂദ ഒരിക്കലും വിക്കത്തിലും പൂട്ടിയിട്ടേ പോകുന്നു. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. എങ്ങനെയെങ്കിലും വിറ്റിട്ട് പോകുമ്പോൾ തൊട്ട് കൊടുത്ത് അടിച്ചു മാറ്റാനാണ് ഞാൻ നോക്കിയത്. അതിൻ്റെ രക്ഷയില്ല. സ്വോത്രം. മട്ടാഞ്ചേരി എല്ലാവരും പോയി. അരുണാചൽ പ്രദേശ്, മിസോറാമിൽ നിന്ന് സകല സ്ഥലത്തും പോയി. ഇന്ന് രാത്രി എല്ലാവരും ഗഗനമായ ചിന്ത. ഇസ്രയേൽ വന്നൊരു എയർപോർട്ടിരിക്കുന്നത് ടെല്ലവീവ് എയർപോർട്ട് പക്കം എന്താ സംഭവം എന്ന് അറിയാമോ? ഒരു ടെന്റ് അടിച്ചിരിക്കുന്നത് നമ്മ കൺവെൻഷൻ കൂട്ടം പോലെ. ആ ടെന്റിൽ പേര് റോഷ് ഹോസന്ന ഗ്രൂപ്പ്. മടങ്ങി വരുന്ന യഹൂദന് വേണ്ടി അവർ കൈപിടിക്കുന്നു. ഇന്ന് രാത്രി ദാവീദും ഗോലിയാത്തും ഏറ്റുമുട്ടിയ ഒരു താഴ്വര ഇരിക്കുന്നത്. അയ്യാ, അതൊക്കെ താൻ 7ാം താഴ്വര. തമിഴ്നാടിൻ മുതലമച്ച് എൻ്റെ പാവപ്പെട്ട അഗതികൾക്ക് വീട് വെക്കുന്ന മാതിരി ആയിരക്കണക്കിന് വില്ല ശരിയായിരിക്കുന്നു. മടങ്ങി വരുന്ന യഹൂദന് വേണ്ടി വീടൊരുങ്ങുന്നു. 1, വരാൻ പോകുന്ന 3ാം ലോകമഹായുദ്ധം. 2, യഹൂദന്റെ ആലയം. ഇതെല്ലാം അത് കഴിഞ്ഞിട്ട് ഇന്ന് രാത്രി വെള്ളക്കുതിരയുടെ പുറമോടി നാളെ കാലയിൽ இந்த പത്രികയിൽ കാണുന്ന ഒരു വാർത്ത ഇരിക്കുന്നത്, ഇസ്രയേൽ ഗാസ വെടിനിർത്തൽ. നമ്മ ബൈബിളിൽ ഇരിക്കുക. ഇത് താൻ കൊടുങ്കാറ്റിന് മുമ്പോട്ടുള്ള ശാന്തത. വരുന്നത് ട്രംപിന്റെ കരം. അവർ വന്ന സമയം ഹമാസുമായി ഒരു ചർച്ച. ആദ്യം ലെബനോണിലെ ഹിസ്ബുള്ളയെ വെടിനിർത്തിയെങ്കിൽ ഇസ്രയേലിന് വേണ്ടി സമാധാനത്തിന്റെ വെള്ളക്കൊടിയുമായി ട്രംപ് വരാൻ പോകുന്നു. യിരെമ്യാ പ്രവചനം 6:14 നമ്മ ബൈബിളിക്കുള്ള എല്ലാം ഇരിക്കുന്നത്. ജെരമ്യാ ചാപ്റ്റർ 6 വേഴ്സ് 40. യെരമ്യാ ദീർഘദർശി യെരമ്യാ 6:14. സമാധാനം വായിച്ചിട്ട് മോനെ. സമാധാനമില്ലാതിരിക്കെ കണ്ടില്ലേ എത്ര പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്ന്. 46 പലസ്തീനികളെ കൊന്നു കഴിഞ്ഞു. ഇന്ന് യഹൂദന്റെ 36 പേര് തടങ്കലിലുണ്ട്. ഇന്ന് രാത്രി നമ്മ നൽസെയ്തി കൂട്ടങ്ങളുടെ 3ാമത് രാത്രി ഇങ്ക നടക്കുമ്പോൾ 36 ഹമാസ് പക്കം ഇരിക്കുന്നവർക്ക് ഇസ്രയേൽ കൊടുക്കുമ്പോൾ നാളെ മുതൽ വെള്ളപ്രാവിനെ പറപ്പിക്കും. ഇത് താൽക്കാലിക സമാധാനം. A temporary adjustment is coming. The president of Trump is coming. 47 president of United States of America giving an interpretation with the Hamas and Hezbollah. That means we are saying in English interpretation, we are giving a peace now. താൽക്കാലിക സമാധാനം, വെടിനിർത്തൽ. അടുത്തത് വായിക്കാം. സമാധാനമില്ലാതിരിക്കെ സമാധാനം എന്ന് പറഞ്ഞ് എന്റെ ജനത്തിന്റെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു. മരുതാമല ചെല്ലുമ്പോൾ ബാൻഡേഡ് ഒട്ടിക്കുന്ന പോലെ, സന്തോഷമില്ല. ആശുപത്രി ചെല്ലുമ്പോൾ ബാൻഡേഡ് ഒട്ടിക്കുന്നത് പോലെ താൽക്കാലിക സമാധാനം. ഇതൊരു അന്തിമ സമാധാനമല്ല. ഇസ്രയേൽ ഹമാസ് പ്രശ്നമൊന്നും അവസാനിക്കത്തില്ല. ഇന്ന് രാത്രി ഇതെല്ലാം ബൈബിളിൽ കാണുമ്പോൾ കൃപ പ്രാപിച്ച ദൈവമക്കൾ താതിമോടിൽ പറയണം, നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നതുകൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. ബൈബിളും പ്രവചനങ്ങളും അമേരിക്കയും ട്രംപും എലോൺ മസ്കും എല്ലാം ഒരുമിക്കുമ്പോൾ യഹൂദന് വേണ്ടി ഒരു ദേവാലയം വരുന്നു. അങ്ങനെ ആ ദേവാലയം വരുമ്പോൾ ആദ്യത്തെ ഇടവേള 4 വാക്യം കൂടെ കഴിയുമ്പോൾ ഇന്ന് രാത്രി അവസാനിക്കും. ദാനിയേൽ പ്രവചനം 12:11 വായിക്കാൻ. ദാനിയേൽ പ്രവചനം 12:11. ദേവാലയത്തിനകത്ത് ആര് വരും? ദാനിയേൽ 12:11 വാക്യം വായിച്ചിട്ട് മോനെ. ദാനിയേൽ 12. നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും. ഇന്ന് യഹൂദന് സിനഗോഗില്ല, തകർന്നു കിടക്കുക. യഹൂദൻ ആലയമില്ല. കിഴക്കേ വാതിലും വിലാപമതിലും നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയാ. ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ കിടക്കുന്ന സോവിയ റോബോട്ടിന്റെ മൂത്ത ചേച്ചി അവിടെ കൊണ്ടുവരും. യഹൂദന്റെ ആലയത്തിനകത്ത് റോബോട്ടിനെ കൊണ്ടുവെക്കും. ഇന്ന് രാത്രി ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബം കമ്പ്യൂട്ടറിന് ദൈവാലയത്തിൽ കൊണ്ടുവരും. അടുത്ത വാക്ക് മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ 1290 ദിവസം ചെല്ലും. മതി. 3.5 വർഷം ദൈവസഭ എടുക്കപ്പെട്ടാൽ യഹൂദന്റെ ദൈവാലയത്തിനകത്ത് റോബോട്ടിരിക്കും. ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബം. ഇന്ന് രാത്രി ആ മ്ലേച്ഛബിംബം അവിടെ വരുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടാറായി. യാറയ്യാ, യേശുവിൻ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ കാന്തൻ വരും. 1ാമത്തെ ആലയം ശലോമോന്റെ ആലയം, 1ാമത്തെ ആലയ സമാഗമന കൂടാരം, 2 ശലോമോന്റെ ആലയം, 3 കോരശിന്റെ ആലയം, 4 ഹെരോദോ പണിഞ്ഞ ആലയം പണിഞ്ഞു പോയി. എന്നാൽ ട്രംപ്, എലോൺ മസ്കും നരേന്ദ്രമോദി സാറും ബെഞ്ചമിൻ നെതന്യാഹു ഒരുമിക്കുമ്പോൾ ഒരു സമാധാനത്തിന്റെ വെള്ളക്കൊടി കൊണ്ട് യഹൂദന്റെ ആലയം അവിടെ പണിയാറായി. എന്നാൽ ആ ആലയം ഉയരുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടം എടുക്കപ്പെടും. യാറവർ പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന ആത്മാവിലെ ശക്തിയിലും ആരാധിക്കുന്ന ദൈവസഭ കണ്ണിമയ്ക്കുന്ന രൂപത്തിൽ എടുക്കപ്പെടാൻ കാലമായി.
ഇന്ന് രാത്രി താനിമൂടെ മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം യേശുവിൻ്റെ നാമം. ഇന്ന നാൾക്കളിൽ വചനത്തെ കേൾക്കരുത്. എന്താ വചനത്തെ കേൾക്കരുത്? ഇന്ന് രാത്രി ഇനി ഒരാലയം വന്നാൽ അത് വരാൻ പോകുന്നത് മൂന്നാം ലോക മഹായുദ്ധമാണ്. ആ മൂന്നാം ലോക മഹായുദ്ധം ഇവിടെ നടക്കുന്നതിന് മുമ്പ് തൻ്റെ മക്കളെ ചേർക്കുവാൻ യേശു വരും. இந்த நாட்கள் அருமையான நல் செய்தி கூட்டங்கள்ல மூணாவது இரவு இங்க பக்கத்தில் ஒரு வீடு இருக்குது. கேட்டிருக்குது ககனமா இந்த வசனத்தை கேட்டிருக்குது. இங்க ஒரு வாலிபன் இருக்குது. அவன் தான் 38 வயசு. முன்னாடி வெளிநாட்டு ஜோலி பார்த்துருக்குது. அவன் மனைவி 36. பிள்ளை கிடைக்காது. இங்க நாட்டுக்கு வந்து நல்ல ட்ரீட்மெண்ட் எடுத்து இருக்குது. இப்போ வாலிபன் வந்து 41 வயசு. சிஸ்டர் வந்து 39 வயசு. 2 வயசுள்ள ஒரு கருத்த குஞ்சு இருக்குது. நல்ல வீடு, நல்ல காரு, நல்ல கம்ப்யூட்டர் இருக்குது. ஒரு நாள் உச்சக்கு சாப்பாடை சாப்பிட்டு இருக்குது. அவர் ஒரு முறைக்குள்ள அருமையான ஸ்லீப்பிங் செய்திருக்க 3 பேர் ஒரு பெட்டை படுத்திருக்குது. உச்ச 3:30 ആയപ്പോൾ വാലിബൻ ആ സഹോദരി ആ ചെറുപ്പക്കാരി എഴുന്നിട്ട് നല്ല 2 വയസ്സുള്ള കറുത്ത കുഞ്ഞ് ഉറങ്ങുന്ന അവർ ചിന്തിച്ചു. ഒരു ചെറിയ തലയണ അങ്ങ് വെച്ചു. എന്നിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞത്? ചില നിമിഷങ്ങൾ കഴിഞ്ഞ് നമുക്ക് തോട്ടത്തേക്ക് പോയി വെള്ളം കൊടുക്കാം. அந்த மரத்துக்கு வெள்ளம் கொடுத்து வந்து 3:30க்கு டீ ഉണ്ടാക്കാൻ കുഞ്ഞുണരും. ഇവർ 2 പേരുമേ വീട് ലോക്ക് പണി അങ്ങ് പക്കത്തേക്ക് വെള്ളം അടിക്കാൻ പോയി. ഒരു 10 നിമിഷം കഴിഞ്ഞിരിക്കുന്നത് തായെ തകർപ്പറ് നാട്ടുകാരുടെ ഓടി വിളി പോക. ചെറുപ്പക്കാരി ഓടി വന്ന് കണ്ടത് யாரு பேசி வீடு முழுவன் ஷார்ட் சர்க்யூட் போக யாரும் உள்ள போகாது. அவர் പറഞ്ഞു, ஐயா நாங்க ஒரு 2 வயசுள்ள ஒரு குழந்தை அங்கே இருக்குது. இல்லாம என்ன பணத்தை துட்ட செலவாக்கி ஒரு குழந்தை மறிச்சு காடுന്നില്ല. இவர் அங்கே போகுது. நாட்டுக்கார பிடிச்சு புறத்து விட்டதில்ல. லாஸ்டில் ചെറുപ്പക്കാരൻ கையை கொடுத்து, யார் நாங்க தடைஞ்சாலும் நாங்க உள்ள விசுவாசம் இருக்கு. நாங்க பிள்ளை மறிச்சு காணத்தில்ல. கத்துന്ന വീടുக்குள்ள പോയി വാതിലുക്ക് ഒരു സൗട്ടை കൊടുത്തിരിക്കുന്നത്. ഉള്ള വെട്ടി കടന്ന പിള്ളയെ വാരിയെടുത്തു. അല്പ പൊള്ളൽ ഒറ്റ ചാട്ടം പുറത്തേക്ക്. നാട്ടുകാർ നോക്കി മഞ്ഞാൽ മുട്ടി പറഞ്ഞു, വീട് കത്തട്ടെ, കാറ് കത്തട്ടെ, കമ്പ്യൂട്ടർ കത്തട്ടെ, ഞങ്ങൾക്ക് വിഷയമില്ല. ഞങ്ങളുടെ രക്തത്തിൽ പിറന്ന ഞാൻ കുളന്തേ എൻ കരങ്ങളിൽ കിട്ടിയെങ്കിൽ ഇന്ന് രാത്രി ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്ന മഞ്ഞാലുമൂട് അതൊക്കെ നടുവിൽ അവൻ ചങ്കിൽ ചോരയ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കാൻ യേശു വരാറായി. മഞ്ഞാലുമൂട് ഒരു നൈറ്റ് കൂടെ മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴ് ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏകനാമം യേശുവിൻ നാമം. പുണ്യസ്ഥലങ്ങൾ ഓടാതെ புட்டை கொடுக்காத யார் இந்த நல் செய்தி கூட்டங்கள் நடுவில் எங்கேயோ உட்கார் இருக்கிற தாயே தகர்ப்பரே தம்பி தங்கச்சி நெஞ்சுக்குள்ள கை வச்சு கொண்டு இந்த நாட்களிலே சொல்கிறது, യേശു എൻ രക്ഷകൻ. കരമുയർത്തുന്നവർക്കായി യേശു എൻ കർത്താവ്. അവൻ രാജാതി രാജാവായി മടങ്ങി വരുന്നു. ഇന്ന് രാത്രി അന്ത മാതിരി നീ പേശിയാൽ നിൻ പേര് ജീവ പുസ്തകത്തിൽ ചേർക്ക്. ജീവ പുസ്തകത്തിൽ പേരുള്ളവനെ ചേർക്കാൻ യേശു വരാറായി. ആലയത്തിക്കുള്ള റോബോട്ട് വരുന്നതിന് മുമ്പ് தேஜஸில் இயேசுவின் பொன்முகம் காணு. 4 காரியம் கூட பேசுகிறது இந்த நற்செய்தி கூட்டம் இந்த ராத்திரி முடி. இப்பதான் என்ன ടൈം ഈ ടൈമിന്റെ പ്രത്യേകത എന്താ? ശബ്ദം പോയല്ലോ. ആർക്കാല ശബ്ദം എല്ലാം പോയിരിക്കുന്നത്. ചിക്കൻ തിന്ന ചിന്നമാമയും മിണ്ടുന്നില്ല. സാൻഡ്വിച്ച് അടിച്ച മോനച്ചനും മിണ്ടുന്നില്ല. സ്വോത്രം. ആര് ഈ സമയം എന്താ? ഈ സമയത്തിന്റെ പ്രത്യേകത എന്താ? തേനിനേക്കാളും തേൻകട്ടയെക്കാളും ദൈവത്തിന്റെ വചനം മാധുര്യമേറിയത്. 4 വാക്യങ്ങൾ കൂടി വായിക്കുമ്പോൾ ഈ രാത്രി വചനം അവസാനിപ്പിക്കും. ശ്രദ്ധയോടെ ആയിരിക്കണം. ഒരുമിച്ച് പാടി കർത്തർക്ക് മഹിമ കൊടുത്തായിരിക്കും. ഈ രാത്രി ജപത്തെ കൊടുത്തായിരിക്കും നിങ്ങൾ മടങ്ങുന്നത്. കാണിക്കയ്ക്ക് വേണ്ടി അവസാനം പ്രാർത്ഥിക്കും. 1-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു വെള്ളക്കുതിര, അതിന്മേലിരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു വില്ല്, ജയിപ്പാനും ജയിക്കാനുമായി അവൻ പുറപ്പെട്ടു. ഒരു സിംഹാസനവും അവന് ലഭിച്ചു. ഇന്നത്തെ നരേന്ദ്രമോദി സാറും ട്രംപും എലോൺ മസ്കും ഇവരെല്ലാം ഒരുമിച്ച് വരുമ്പോൾ വരാൻ പോകുന്നത് ഒരു ലോകമഹായുദ്ധം. അതോടനുബന്ധിച്ച് യഹൂദൻ ആലയം. ദാനിയേൽ 12:11 വായിച്ചു നിർത്തി. റോബോട്ടിനെ സോഫിയ, ഇന്നത്തെ കണ്ടില്ലേ മേരാ നാം സോഫിയ നമസ്തേ ഇന്ത്യ. ഏറെ റോബോട്ടിനെ ദൈവാലയത്തിൽ കൊണ്ടു നിർത്തുക. റോബോട്ട് എന്ത് ചെയ്യും? വായിക്കാം. 2-ാം ഭാഗം 2 തെസ്സലോനിക്കർ 2:4. ബൈബിളിക്കുള്ള എല്ലാവരും ബൈബിൾ തുറങ്ങാട്ടെ. വിശുദ്ധ തിരുവചനം 2 തെസ്സലോനിക്കർ 2:4 വായിച്ചാട്ട് കുഞ്ഞേ. അവൻ ദൈവാലയത്തിൽ ഇരുന്നു കൊണ്ട്. റോബോട്ട് ദൈവാലയത്തിൽ ഇന്നത്തെ ഗൂഗിളിന്റെ സഹായത്തോടെ തമിഴ്നാടുകാരെ സ്വന്തർപ്പിച്ച ഗൂഗിളിന്റെ കരങ്ങളിലാക്കി മാൻഡേറ്റായിട്ട് ഇന്ന് സർക്കുലേറ്റ് ചെയ്ത് അവൻ മൊബൈലിൽ സംസാരിക്കുന്നത് പോലെ ദൈവാലയത്തിൽ നിന്ന് സംസാരിക്കും. അടുത്ത വാക്ക് ദൈവമെന്ന് നടിച്ച് ദൈവമെന്നോ പൂജാവിഷയമെന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. മതിമോനെ, യേശുവും എതിർ ക്രിസ്തുവും. അതാ
തന്നെത്താൻ ഉയർത്തുന്ന എതിർ ക്രിസ്തു. കാൽവറിയിൽ യേശു സകലതും താഴ്ത്തിക്കൊടുത്തു, സകലതും നിവർത്തിയായി ടെറ്റലസ്റ്റായി. എതിർ ക്രിസ്തു തന്നെത്താൻ ഉയർത്തും. അത് താൻ ബൈബിൾ ക്രിസ്തു അന്തിക്രിസ്തു മനസ്സിലാക്കുന്നവർക്കായി അവൻ ദൈവാലയത്തിൽ നിന്ന് സംസാരിക്കും. ഈ ഭാഗശ്രദ്ധയോടെ കേൾക്കണം. ആരാ? യഹൂദന്റെ പ്രത്യേകത. ഇനിയുള്ള കാര്യങ്ങൾ വളരെ ഗഗനമാണ്. അവൻ ഒരിക്കലും റോബോട്ടിനെ നമസ്കരിക്കത്തില്ല. ശ്രദ്ധയോടെ ഇരിക്കണം. പുറപ്പാട് പുസ്തകം 24 വീട്ടിക്കുള്ള ചെന്ന് വായിച്ചിരിക്കണം. സീനായുടെ മടിത്തട്ടിൽ മോശയെ കൊണ്ടുപോയി 780 പ്രമാണം 10 കൽപ്പന. പുറപ്പാട് 24 മേലാകാശത്തിലും കീഴഭൂമിയിലും ഭൂമിക്കടിയിൽ വെള്ളത്തിലും യാതൊന്നിൻ്റെ വിഗ്രഹത്തെ ഉണ്ടാക്കരുത്, വണങ്ങരുത്. അവൻ്റെ കയ്യിലിരിക്കുന്ന മോശയുടെ തൽമൂത ഉൽപ്പത്തി, ആവർത്തനം, പുറപ്പാട്, സംഖ്യ, ലേവ്യ അത് നോക്കുമ്പോൾ അവൻ കമ്പ്യൂട്ടറിനെ വണങ്ങത്തില്ല. രണ്ടാമത്തെ കാര്യം, ആദ്യം ചുവന്ന പശുവിനെ കൊണ്ടുവരും. ചുവന്ന പശുവിനെ മാറ്റിയിട്ട് യഹൂദന് വെറുക്കപ്പെട്ട ഒരു മൃഗമുണ്ട്, പന്നിയെ ദൈവാലയത്തിനകത്ത് കൊണ്ടുവരും. എല്ലാവരും ഗഗനമായി ഇന്ന വസനത്തെ കേട്ടിരിക്കുന്നത്. സിറിയ ആൻറ്റി ക്രൈസ്റ്റ് ആര്? പലരും പറയും മോഡി സാറ്, അത് കഴിഞ്ഞിട്ട് സ്റ്റാലിനെ മുതലമച്ചർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, അവരൊന്നുമല്ല. ഉൽപ്പത്തി 49:10 അവകാശമുള്ളവൻ വരുവോളോ ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ഡവൻ്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങത്തില്ല. യഹൂദാഗോത്രത്തിലെ സിംഹമായി രാജാക്കന്മാരുടെ രാജാവായി കാന്തൻ വരും. ദൈവസഭ എടുക്കപ്പെട്ടാൽ 7 വർഷത്തെ ഭരണം, ഉപദ്രവം, മഹോപദ്രവം. സിറിയാക്കാരന് അന്തിക്രിസ്തു. ഇന്ന് രാത്രി നമ്മുടെ ഇവിടെ പ്രഭാഷണം നടക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ആമോസിന്റെ പ്രവചനം 1:15, സിറിയ കത്ത്, യെശയ്യാ 17:1-2, ഞാൻ ദമ്മശേക്കിന്റെ മതിലുകളെ ഇടിച്ച് അതിനെ കൂമ്പാരമായി കൂട്ടിക്കളയും. ആമോസ് 1:10 വരുമ്പോൾ അത് ബെൻഹദന്റെ മതിലുകൾ കത്ത്, അർമാദും അർപ്പരുമെല്ലാം നിലവിളിക്കുന്ന കാലം. ആമോസ് 1:15 സിറിയയിലെ രാജാവ് ഓടിപ്പോകും. സ്വോത്രം. ഇന്ന് സിറിയയിലെ പ്രസിഡന്റ് ബാഷറിലെ മക്കള്, ഈ സിറിയ എന്ന അന്തിക്രിസ്തു വരുന്നത് 12 ലക്ഷം പേരെ യൂറോപ്പിന് അഭയാർത്ഥികളായി കോടി. ആ സിറിയാര ഇസ്രയേലിൽ നിന്ന് തള്ളപ്പെട്ട ഒരു ഗോത്രമാ ദാൻ ഗോത്രം. അതാ ഉൽപ്പത്തി 49:17. ദാൻ വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവും. അല്ലാതെ ഇവിടുത്തെ മുതലമച്ചറും കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷമൊന്നുമല്ല. അന്തിക്രിസ്തു സിറിയാക്കാരനാ. യഹൂദന്റെ ജീനുള്ളവൻ ആലയം പണിയുന്നത്. ബൈബിൾ റെഫറൻസ് കൂടെ അതുക്ക് തന്നെ പേസുകരുത്, എല്ലാമേ വായിക്കൂടെ മുടിയാതെ. ആവർത്തനം 33:24. ദാനിന്റെ കുതിരകളുടെ ചിറാലിപ്പ് സിറിയ വിത്ത് ഐഎസ് ദാൻ ഗോത്രം. അതിലേക്ക് വരാൻ വന്ന എല്ലാവരും കേട്ടാട്ടെ. ഇനി അടുത്ത കാര്യം, സിറിയയിൽ വരുന്ന അന്തിക്രിസ്തു. പണ്ട് സിറിയയിൽ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു, എല്ലാവരും കേൾക്കണം. ആ ചക്രവർത്തിയുടെ പേര് അന്തിക്കോസ് എപ്പിഫാനോസ്. അദ്ദേഹം എവിടെ വന്നു? ഒരു കാലത്ത് ഈജിപ്തിനെ ആക്രമിക്കാൻ പോയി. ശ്രദ്ധയോടെ മധുരകരമായ ഉലകത്തിൻ മുടിവൻ കടസിക്കാല செய்திகள். இந்த நாட்களில் கர்ணபடத்தை கேட்டு கர்த்தன் மகிமனை வேத ஆதாரத்தை சொல்லி காந்தனுக்கு சீக்கிரமா வருவது வரவுக்கு கைவிடப்பட்டு போகாது. இந்த நாட்களில் கொடுக்கிற രക്ഷയും സുവിശേഷം മന്നാലും കൂടെ കേട്ടിരിക്കണം. കർത്തൃദാസന് മുമ്പേ ചൊല്ലി അടുത്ത വർഷം യോഗ നടക്കുമെന്ന് ഞങ്ങൾക്കും അറിയത്തില്ല. സ്വോത്രം. ഇനി പല വൈറസ് അങ്ങനെ പറയാൻ ഞങ്ങളുടെ കാര്യം കട്ടപ്പോകയാ. സ്വോത്രം. അങ്ങനെയെങ്കിൽ അത് തന്നെ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയും കേട്ടാട്ടെ. അന്ന് ഈജിപ്തിനെ ആക്രമിച്ച് തിരിച്ച് ഇസ്രായേലിൽ കൂടെ വന്ന് അവൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തില്ല. രണ്ടാമത് അന്തിക്കോസ് എപ്പിഫാനോസ് ഇസ്രായേലിനെ ആക്രമിച്ചു. അന്ന് യഹൂദന് വെറുക്കപ്പെട്ട ഒരു മൃഗം പന്നി ദൈവാലയത്തിൽ അടിച്ചിറക്കി. യഹൂദൻ നിലവിളിച്ചു. അങ്ങനെയെങ്കിൽ ദൈവസഭ എടുക്കപ്പെട്ടാൽ വരാൻ പോകുന്ന അന്തിക്രിസ്തു ആദ്യം റോബോട്ടിനെ ദൈവാലയത്തിൽ കൊണ്ടുവെക്കും. യഹൂദൻ വണങ്ങത്തില്ല. രണ്ടാമത് എന്തോ ചെയ്യും? ചുവന്ന പശുവിനെ മാറ്റി ഈ പന്നിയെ ദൈവാലയത്തിൽ കൊണ്ടുവന്നറക്ക്. അങ്ങനൊരു കാലം വരാറായി. അങ്ങനെയെങ്കിൽ യഹൂദൻ കമ്പ്യൂട്ടറിന് വണങ്ങത്തില്ല. രണ്ടാമത്തെ കാര്യമായി, യഹൂദൻ പന്നിയുടെ രക്തം വായിൽ കൊള്ളത്തില്ല. അന്ന് അവൻ്റെ തല ആരറക്കും? IS-ന്റെ ആൾക്കാരറക്കും. വായിക്കാം. മത്തായി 24:15-16 വാക്യങ്ങൾ കുഞ്ഞു വായിച്ച് സഹായിക്കാം. മത്തായി 24:15-16. എന്നാൽ ദാനിയേൽ പ്രവാചകൻ, ബൈബിൾ കൂടെ ഇരിക്കണം. 15:16 24:15-16 വായിച്ചാട്ടെ. എന്നാൽ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത. കമ്പ്യൂട്ടർ സോഫിയുടെ മൂത്ത ചേച്ചി ദൈവാലയത്തിൽ വായിക്കട്ടെ. ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്തിൽ നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചുകൊള്ളട്ടെ. യഹൂദൻ ചിന്തിച്ചുകൊള്ളട്ടെ. അന്ന് യഹൂദിയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോകട്ടെ. ഇസ്രായേൽ നിലവിളിക്കുന്ന ഒരു കാലം വരാറായി. ഇന്ന് രാത്രി കേട്ടോണേ. 2 കാര്യങ്ങൾ ഇവിടെ മെയിൻ പോയിന്റ്. 3 കാര്യം കൂടെ പറയുമ്പോൾ ഇന്ന് രാത്രി അവസാനിക്കും. 1, ആലയത്തിനകത്ത് കമ്പ്യൂട്ടറിന്റെ പ്രതിമ കൊണ്ടുവരും. ഇന്ന് താന്നിമൂട് 22ാമത് കൺവെൻഷൻ ഇരിക്കുന്ന ദൈവമക്കൾ പറയണം,
ആലയത്തിനകത്ത് റോബോട്ടിന്റെ പ്രതിമ വരുന്നതിന് മുമ്പ് മഞ്ഞാലിമൂട് ഒരു സംഭവം നടക്കും. തേജസ്സിൽ യേശുവിന്റെ പൊന്മുഖം ഞാൻ കാണും. കരമുയർത്തുന്നവർക്കായി. 2, എതിർ ക്രിസ്തുവിന്റെ കമ്പ്യൂട്ടറിനെ വണങ്ങാത്തവന്റെ തലയിറക്കും. ആരാ? IS-ന്റെ തീവ്രവാദികൾ. നിങ്ങൾക്കറിയാം, കളിക്കവള ചെക്ക് പോസ്റ്റിനകത്ത് കോയമ്പത്തൂർ ഉക്കടം സ്ട്രീറ്റിൽ ലങ്കയിലെ സ്ഫോടനത്തിന് അന്വേഷണം കൊടുത്ത SI വിൻസെന്റ് വൈകിട്ട് കളിക്കവളയിൽ നിൽക്കുമ്പോൾ നെയ്യാറ്റിൻകരയിൽ നിന്ന് 2 കുഞ്ഞുങ്ങൾ വന്ന് പടപട അദ്ദേഹത്തെ വെടിവെച്ചു വന്നു. അവർ ഖത്തറിൽ പോയി. തമിഴ്നാട് ക്യൂ ബ്രാഞ്ച് അവരെ കൊണ്ടുവന്ന് ഇപ്പോൾ ജയിലിലടച്ചു. നിങ്ങൾ ചൊവ്വായെന്ന് വരുന്ന കളിക്കവളയിലല്ല സ്വോത്രം. അവന്റെ മൂത്ത ചേട്ടന്മാർ IS-ന്റെ തീവ്രവാദികൾ ഇന്ന് സിറിയയിലും മൊസൂളിലും പലരുടെയും കഴുത്തറക്കുന്നു. ഈ ട്രംപ് വരുന്നതിന് മുമ്പ് അമേരിക്കയിലും IS-ന്റെ സ്ഫോടനമുണ്ടായെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയി. യെരുശലേം ദൈവാലയത്തിനകത്ത് പ്രതിമയെ വണങ്ങാത്ത ആ ചുവന്ന പശുക്കുട്ടിയുടെ രക്തം മാറ്റി പന്നിയുടെ രക്തം കൊള്ളാതെ യഹൂദന്റെ തലയറത്ത് രക്തം താഴെ വീഴും. ആ രക്തം അവിടെ താഴെ വീഴുന്നതിന് മുമ്പ് ഇവിടുന്ന് ഒരു കൂട്ടമെടുക്ക്. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ ഏലി ഏലി ലമ്മാ ശബത്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് ഭാഷാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു. നായ്ക്കൾ എനിക്ക് ചുറ്റും ഓലിയിട്ടു. എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിട്ടു. എനിക്ക് കുടിപ്പാൻ കയ്പ് കാടിയും കണ്ടിവണ്ണയും എൻ്റെ മുഖരോമങ്ങളെല്ലാം പിച്ച് ചീന്തി. എനിക്ക് ദാഹിക്കുന്നു. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ. സൈന്യാധിപൻ കുന്തമെടുത്ത് പടയാളിക്ക് കയ്യെ കൊടുത്തു. യേശുവിക്ക് ചങ്കത്തൊരു പടയാളി കുത്തി. 5 ലിറ്റർ രക്തവും വെള്ളവും ഒടിയെങ്കിൽ അവന്റെ ചങ്കിലെ ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുക. ആട്ടിൻകുട്ടിയും രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുക. യേശു വരാറായി. അന്നേ യഹൂദന്റെ കഴുത്തറത്ത് വീഴും. ആ രക്തസാക്ഷികളുടെ പേരാ പീഡാകാല രക്തസാക്ഷികൾ. കരമുയർത്തുന്നവർക്കായി. മൃഗത്തിന്റെ പ്രതിമയെ വണങ്ങാതെ പന്നിയുടെ രക്തം കുടിക്കാതെ ഇരിക്കുന്നവരുടെ തലയറുത്ത് വീട്. അതിനു മുമ്പ് തൻ്റെ സഭയെ ചേർക്കാൻ വരും. അങ്ങനെയെങ്കിൽ മത്തായി 23:37 വരാൻ പോകുന്ന യെരുശലേമിലേക്ക്, അന്തിമദിനം യെരുശലേമിലേക്ക്. മത്തായി 23:37 ബൈബിൾ. യെരുശലേമേ 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 യെരുശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ. എല്ലാവരെയും കല്ലെറിയുകയും ചെയ്യുന്നവളെ. കോഴി തന്റെ കുഞ്ഞിനെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ, കോഴി തൻ കുഞ്ഞുങ്ങളെ ചിറകുള്ള ചേർക്കുന്നത് പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. നിന്റെ മക്കളെ ചേർത്തുകൊള്ളാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. നിങ്ങൾക്കോ മനസ്സായില്ല. കരത്തെ തൂക്കിപ്പിടിച്ച് കർത്തർക്ക് മഹിമൈ വരാൻ പോകുന്ന യഹൂദന്റെ നിലവിളി, യഹൂദന്റെ ആലയം. அதுக்கு முன்னாடி இங்க നിന്ന് சபையை சேர்க்கப்படும். அதுக்கு தான் இந்த பக்கத்தில் നിങ്ങൾക്കറിയാം പനച്ചുമൂട്ടി பெந்தகோஸ் மிஷன் இருக்குது, ചെറിയ കൊല്ല இருக்குது, മേൽപ്പാല இருக்குது, മേൽപ്പുറം இருக்குது, പ്രാഗൽ இருக்குது. இங்க எல்லாம் பெந்தகோஸ் மிஷன் இருக்குது. அங்க பித்திக்குள்ள ஒரு வாக்கியம் எழுதி இருக்குது. இஸ்ரയേൽ നിലവിളിക്കുന്ന ഒരു കാലം വരാറായി. കുഞ്ഞു വായിച്ചാട്ട്. അന്ത്യദിനം വരാൻ പോകുന്നത് യഹൂദന്റെ നിലവിളി. ആമോസിക്ക് ദീർഘദർശിயின் കടിതം 4-ാമത് അധികാരം വസനത്തെ വാസിക്കുന്നത് 12. ആമോസ് ദീർഘദർശിயின் കടിതം 4 അധികാരം വസനത്തെ വാസിക്കുന്നത് 12. വായിച്ചാട്ട്. 2550 കൊല്ലം മുമ്പ് തെക്കോവയിൽ ആട്ടിടയൻ ആമോസ് പറഞ്ഞു, വായിക്കാമോനെ. അതുകൊണ്ട് ഇസ്രായേലേ ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഇസ്രായേലേ ഞാൻ ഇത് നിന്നോട് ചെയ്യുവാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. കരമുയർത്തി കർത്തർക്ക് മഹിമ കൊടുക്ക. ഇസ്രായേലേ ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിൻ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. സത്യസൂചിയുടെ ഒരു ഭാഗം കൂടെ നിർത്താം. ഒരു ഭരണാധികാരി വരാൻ പോകുന്നു. അതിനു മുമ്പ് ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ട് ജ്ഞാനസ്നാനമേറ്റ് ആത്മശക്തിയും ആരാധനയെ കൊടുത്ത് മഹിമയാ തിരുവത്താഴത്തിൽ നിന്ന് ഉണ്മயான ജപത്തെ കൊടുക്കുന്ന ദൈവമക്കൾ പറയും, ഒരു രാജാവ് നീതിയോടെ വാഴും. അവൻ പ്രഭുക്കന്മാർ നേരോടെ ന്യായം വിധിക്കും. അത്ഭുത മന്ത്രി വീരനാ ദൈവ സമാധാന പ്രഭുവായി നമ്മുടെ കർത്താവ് വരാറായി. നമ്പർ 2, സോബിയുടെ മൂത്ത ചേച്ചി റോബോട്ട് യെരുശലേം ദേവാലയത്തിൽ. അന്ത റോബോട്ട് അങ്ക വരുന്നതിന് മുമ്പ് തേജസ്സുക്കുള്ള കാന്തൻ മുഖത്തെ മഞ്ഞാലുമോട് കാണുത്. അതുക്ക് ശേഷമാ പന്നി രക്തത്തിற்கு പകരം ആട്ടിൻകുട്ടിயின் രക്തം, ചുവന്ന പശുക്ക രക്തത്തിന് പകരം പന്നിയ രക്തത്തെ ഒഴിക്കും. അന്ത രക്തം അവിടെ വീഴുന്നതിന് മുമ്പ് ചങ്ക് രക്തത്തിൽ വീണ്ടെടുക്കപ്പെട്ട ആണ്ടവരിൻ വല്ലമയുള്ള ദൈവസഭ ഇങ്ങനെ തൂക്കപ്പെടും. നാളെ യഹൂദന്റെ നിലവിളി ഇസ്രായേൽ കോഴി തന്റെ കുഞ്ഞുങ്ങളെ പോലെ. അതൊരു അന്തിമ നിലവിളി. അതുക്ക് മുമ്പ് രക്ഷയുടെ പെട്ടകത്തിൽ കടന്നവരെ ചേർക്കാൻ കാന്തൻ മധ്യാകാശത്തേക്ക് വരും.
രണ്ട് കാര്യം ഒരു സയൻസ് കൂടെ പറയുമ്പോൾ இங்கே பக்கத்துக்கு ரயில்வே ஸ்டேஷன் இருக்குது. இங்கே நாட்களிலே அனுமதி സ്ഥലത്തെ நம்ம பேசிக்கூடாது. അതുകൊണ്ട് ഇന്ന് രാത്രി മടങ്ങി വരുന്നത് രാത്രിയായി മാറട്ടെ. ഒരു ചിന്ന കഥ ഒരു സയൻസ് കൂടെ പറഞ്ഞ് ഇന്ന് രാത്രി മുടിക്കും. ഇപ്പം തന്നെ ശ്വാസം എനിക്ക് ശരിയാവുന്നില്ല. സ്വോത്രം. അതുകൊണ്ട് തക്ക സമയത്ത് യോഗത്തിൽ നിർത്തും. ഇവിടെ நம்ம மஞ்சாலுமூடி எல்லாரும் கேட்டாட்ட ககனமாய் கேட்டாட்ட ஒரு சின்ன கதை இருக்குது. மஞ்சாலுமூட்டி ஒரு ஐயா அம்மா இருக்குது. ஐயா அப்பா பேர் வந்து சமுவேல், அந்த அம்மா ஆண்டி வந்து ரோசம்மை ஆண்டி. அவருக்கு 2 பிள்ளை இருக்குது. ஒரு பிள்ளை பென்னிக்குட்டன், ഇളയ പിള്ളേ പേര് കൊച്ചുമോൻ. മനസ്സിലാകുന്നവർക്കായി അവന് നെടുമങ്ങാട്ടുള്ള പലരുമായിട്ട് നല്ല കമ്പനി இருக்குது. അവർ പറഞ്ഞിരിക്കുന്നത് നീ ഇങ്ങ മഞ്ഞാലുമൂട പ്രായകലോ ഇങ്ങ പുത്തഞ്ചന്ത നിൽക്കാതെ ദേവികോട് നിൽക്കാതെ നീ എങ്ക വാ നെടുമങ്ങാട്ട് വാ, നല്ല പണം ഇരിക്കുന്നത്, റബ്ബർ ഇരിക്കുന്നത്, ചാരായൊക്കെ വാട്ടി കിട്ടുമെന്ന്. സ്വോത്രം. കൊച്ചുമോൻ அப்பக்குள்ள அம்மாவோடு பேசி கலகத்தை உண்டாக்கி பைசையை மேடிச்சவன் எங்கே போய் நெடுமங்காட்டு போய் அருமையான ஸ்தலம். அங்கே சென்று துட்டெல்லாம் பலிசைக்கெல்லாம் கொடுத்துருக்குது. அதுக்கு சேஷம் இடைக்கிடைக்கு நெடுமங்காட்டு போய் நல்ல பார் உண்டு, அப்படின்னு குடிச்சோண்டு இருக்கா. இவன் கையில் பைசை எல்லாம் போய் பரிசுக்கு கொடுத்த பட்டி നമ്മുടെ നിർമ്മൽ കൃഷ്ണൻ നിലമാമൂട്ടി പോയാലോ പോവുകയും ചെയ്ത്. മനസ്സിലാക്കുന്നവർക്ക് അங்கே ഇരിക്കും. ഒരു 8 മാസം കഴിഞ്ഞപ്പോൾ കോവിഡ് വന്ന് കൊച്ചുമോൻ്റെ പൈസയെല്ലാം പോയി. കൂട്ടുകാർ കിട്ടവൻ സൊണ്ടി ഇനി ഞാൻ മഞ്ഞാലുമുട്ടി താതിമുട്ടി போட்டு ரஷையில் கூட்டுக்கார் பேசி இருக்குது. நீ அங்கே போயா நின்று அப்பனும் நின்ன சரியாக்கும், நீ எங்கேயே போகக்கூடாது. அவன் பாட்டு பாடியே மனிதனே நீ எங்கே போகிறது நல்ல பாட்டெல்லாம் பாடி கூட்டுக்கார் பாடி அங்கே நெடுமங்காடு பாலோடு பிரைமூர் இருக்குது. அங்கே ஒரு தமிழ்நாட்டில் இருந்து ஒரு ஐயா வந்திருக்குது. நல்ல பன்னி கூட்டம் இருக்குது. இந்த நாட்களில் நெடுமங்காட்டு ஆரியா பவனை சப்பாத்தி சாப்பிடாம வந்து அவர் கேட்டிருக்குது. ஒரு உண்மையான வாலிபனை கிட்டியா பன்னி கூட்டத்தை சூப்பர்வைசர் ஆக்காது. அவர் കൊച്ചുമോനോട് പേശിയിരിക്കുന്നത് നിന്നെ അங்கே പാലോട് പ്രൈമൂറിലാക്കാം. കൊച്ചുമോനും പറഞ്ഞ് അപ്പൻ്റെ വീട്ടിൽ വന്ന് തെറി കേൾക്കുന്നതിൽ നല്ലത് അയ്യാ പന്നിക്കൂട്ടത്തിൽ നിൽക്കുന്നത്. അവരങ്ങ് കൊണ്ടുപോയി അയ്യ അങ്ങ് വെക്കാറ്. കൊച്ചുമോനെ കണ്ടപ്പോൾ അയ്യാക്ക് ഇഷ്ടപ്പെട്ട് പന്നിക്കും ഇഷ്ടപ്പെട്ട്. നെടുമങ്ങാട്ടത് ബിയർ അടിക്കുന്നതാണ്ട് ഇച്ചിരി വെളുത്തിരുന്നത് പന്നിക്കും ഇഷ്ടപ്പെട്ട് അയ്യായ്ക്കും ഇഷ്ടപ്പെട്ട്. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. അയ്യാ പേശുകൃതർക്ക് നിനക്ക് നല്ല ചപ്പാത്തി പരിപ്പ് വട എല്ലാമേ തരാമോ. കൊച്ചുമോന് സന്തോഷമായി. പോയത് ഡ്രസ്സൊന്നുമില്ല, ഒരു ഉടുപ്പ് ഒരു മുണ്ടുമായി. ആദ്യം 2 മാസം നല്ല പരിപ്പ് വട ചപ്പാത്തി ഇതെല്ലാം അവന് കൊടുത്ത്. കൊച്ചുമോനും വിചാരിച്ച് പന്നി ഇടയ്ക്കിടയ്ക്ക് വെള്ളം അടിച്ച് കുളിപ്പിച്ചാലും വേണ്ടിയുള്ള സാപ്പാട് കിട്ടുമെന്ന്. സ്വോത്രം. 2 മാസം കഴിഞ്ഞപ്പോൾ അയ്യായ്ക്ക് പിടികിട്ടി ഇവൻ എങ്ക പോകക്കൂടാതെ. താബൂക്ക് 4 വരി കെട്ടി അവൻ മതിരിയാടാതെ. സ്വോത്രം. നല്ല കമ്പിയ ഗേറ്റുമേ കൊടുത്തിരിക്കുന്നത്. 2 വാരத்துக்குள்ளே ഒരു കൊച്ചു വണ്ടിയുമായി ചിന്ന വണ്ടിയെ പന്നിയെ പിടിക്കാൻ വരുന്നത്. ഞങ്ങൾ കൊച്ചുപോൻ അയ്യാക്കിട്ട് പേശിയിരിക്കുന്നത്. അയ്യാ പസിக்கிறது എങ്കയോ സാപ്പാട് നീ നെടുമങ്ങാട്ടിന്ന് കൊണ്ടുവരാ. അയ്യാ പേശുகிறது ഇங்கே இருக்குது പുളിയരി വാളവിര ഓക്കെ കാലിത്തീറ്റ. മനസ്സിലാകുന്ന തായെ തകർപ്പറ്. അപ്പ വീട്ട് വിട്ടു പോകുന്ന എല്ലാ കൊച്ചുമോന്മാരും സാപ്പിടുന്നത് വാളവിര ഓക്കെ കാലിത്തീറ്റ പുളിയരി. മനസ്സിലാകുന്നവർക്കായി ഇന്ന് രാത്രി മടങ്ങി വരണം. സ്വോത്രം. അതിനായി കൺവെൻഷൻ അങ്ങ് 6 മാസം അവൻ അങ്ങ് പോയി. 9 മാസമായി. ഒരു ഉടുപ്പുമുണ്ട്. അപ്പോൾ പാലോട് പ്രൈമൂർ ഒരു കൺവെൻഷൻ കൂട്ടങ്ങളുടെ അനൗൺസ്മെന്റ് വരുന്ന TPM ഒരു വാരத்துக்கு നെടുമങ്ങാട്ട് ബൈബിൾ സ്റ്റഡി. ഉലകത്തിൻ മുടിവ് കടസിക്കാല ചെയ്തികൾ. രാജ്യത്തോട് എതിർക്കുന്നത്. റഷ്യ ഉക്രൈൻ വരുന്നത്. പൂയൽ അടിക്കുന്നത്. ഇതെല്ലാം അങ്ങോട്ട് പേശിയത്. അപ്പോൾ കൊച്ചുമോൻ വെള്ളറുടെയും വന്ന് ജയം കാളിൻ്റെ പുറയിരുന്നവനാ. മനസ്സിലാകുന്നവർക്കായി ആനപ്പാറ ഫോറസ്റ്റ് ഗ്രൗണ്ടിലും കേട്ടിട്ടുള്ളതാണ്. താന്നിമൂട് മരച്ചീനിയുടെ വീട്ടിൽ വരുന്നതോ. സ്വോത്രം. അപ്പം കൊച്ചുമോനെ പിടികിട്ടി എന്തോ സംഭവിക്കാറായി. അവിടെ പാസ്റ്റർ ചെന്നില്ല, ഊളിയക്കാരൻ ചെന്നില്ല, സെൻട്രൽ പാസ്റ്റർ ചെന്നില്ല, തലമൈ ബോധകർ വന്നില്ല. അവനുള്ള അനൗൺസ്മെന്റ് കേട്ടപ്പോൾ അവൻ്റെ ചങ്കിനകത്തൊരു കാര്യം പറഞ്ഞു. സുബോധം വന്നു. അവൻ ചാടി എഴുന്നേറ്റു. இந்த நாட்களில் 22வது நல் செய்தி கூட்டம் 3வது இரவு. இங்க உலகத்தின் முடிவும் கடைசி கால செய்திகளுமே அருமையான தேவன் வல்லமை ஆண்டவரின் வல்லமை சொல்கிறது. இந்த வார்த்தை கேட்ட தம்பி தங்கச்சி இனிமே பன்னி கூட்டத்தை கிடக்காத நீ சுபோதத்தோட கருத்தை தூக்குனெങ്കിൽ இந்த ராத்திரி அருமையான கர்த்தன் உங்க வீட்டுக்குள்ள വസതി നിനക്ക് ഒരുക്കി തരുവാൻ സാധ്യത. അവ ആരോടും മിണ്ടിയില്ല. ഞങ്ങളൊക്കെ ഇന്ന് ചർച്ചിൽ പറയുന്ന ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന. കൊച്ചുമോന് ഇച്ചിരി വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. സ്വോത്രം. ഇറച്ചിപ്പാലത്ത് സണ്ണിന്ന് ബിരുദം എടുത്തായിരുന്നു കൊച്ചുമോൻ. അതുകൊണ്ട് പന്നികളോട് പറഞ്ഞ് ഗായ്സ് ഐ ആം ഗോയിങ്. മനസ്സിലാക്കുന്നവർക്കായി സ്വോത്രം. ഒറ്റച്ചാട്ട സ്വോത്രം. 1-ാം ദിവസം നേരെ പാലോട് വന്ന് നെടുമങ്ങാട് കടന്നു. 2-ാം ദിവസം അവൻ സുന്ദരമായിട്ട് നെടുമങ്ങാടിന്ന് ചാടി ആര്യനാട് വന്നു. 3-ാം ദിവസം കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൻ്റെ വഴിയിൽ കടന്നു. അപ്പം നമ്മ മഞ്ഞാലുമുട്ടിനൊരു പാർട്ടിക്കാർ കൊട്ടാരക്കരയ്ക്ക് രാവിലെ പോയി അവിടെ തട്ടുകടയുടെ മുമ്പിൽ നോക്കിയപ്പോൾ ക്രിസ്ത്യൻ കോളേജ്
ഗാരേജ് മൂലക്ക് കൊച്ചുമോൻ ചൂറിൻ്റെ കിടക്കുന്നത്. അവർ വണ്ടി നിർത്തി അവിടെ തട്ടുകട ചായ കുടിച്ചപ്പോൾ നീ വാലിബാൻ നീ കൊച്ചുമോൻ അന്ത ശമുവേലച്ചായൻ്റെ റോഷമ്മേൻ്റെ മകനല്ലേ ഈ പരിവായല്ലോ. അപ്പോൾ വാലിബൻ കൊച്ചുമോൻ പേശിയിരിക്കുന്നത് അയ്യാ 2 നാൾക്കളായി ഒരു ചപ്പാത്തിയെ ചായ കുടിച്ചിട്ട് 2 ടീയെ കൊടുക്കെങ്കിൽ അവരവിടനെ 2 ടീയേയും കൊടുത്തു. അതിന് ശേഷം 50 രൂപ കാശും കൊടുത്തു, ഒരു വടയും കൊടുത്തു. 4:30 മണി സമയം ഒറ്റ പിടി സൂത്രം ഒറ്റ നടത്ത 2 ടീ കൊടുത്ത് മണ്ഡപത്തിൻ കഴിവഴി വെള്ളറട വന്നു. വെള്ളറ വന്നപ്പോൾ 1 ടീ കൂടെ കൊടുത്ത് 5:30 ഒറ്റ നടത്ത നേരെ വന്നു. ചെറിയ കൊല്ലവഴി 6:30 അരുமையான വീട് ശമുവേലച്ചൻ വീട് തായെ തകർപ്പര് அப்பா அம்மா இருக்குது. ആ ശമുവേലച്ചൻ ഞങ്ങളുടെ ഉപദേശിമാർ കണക്ക് രാവിലെ ഇരുന്ന് ആരൊക്കെ മരിച്ചെന്ന് പത്രികയെ പഠിക്കുന്നു മനസ്സിലാകുന്നവർക്കായി. അമ്മ ടീയെ എടുക്കുന്നത് അപ്പോൾ ഉണ്ട് സ്വത്രം നല്ല 46 ടി വി பார்த்துകൊണ്ടിരിക്കുമ്പോൾ ഏഞ്ചൽ ടി വി നല്ല ഉലകത്തിൻ മുടിവെല്ലാം കേട്ടുകൊണ്ടിരുന്നപ്പോൾ വണ്ടിക്ക് റിവേഴ്സ് ക്യാമറ കാണുന്നത് പോലെ ഒരു ഫോട്ടോ വരുന്നത് നമ്മ മുടിയൻ കൊച്ചുമോൻ വരുന്നത് സ്വത്രം. ഇങ്ക ശമുവേലച്ചൻ റോഷമ്മ മഞ്ഞാലുമൂടാന്ന് ഉടനെ ചെന്ന് റോഷമ്മേൻ്റെ അച്ചായനെ കിട്ട് കൂപ്പിടുക. അയ്യാ அந்த முடியம் വരുന്ന വണ്ടിയെ സ്റ്റാർട്ടാക്ക് തിരുവനന്തപുരത്ത് അരുമയാണ് ലൂലു മാൾ വന്നിരിക്കുന്നത് നമുക്ക് കറങ്ങാൻ പോകാം മനസ്സിലാകുന്നവർക്കായി സ്വത്രം. വീട് പൂട്ടി. എന്നാൽ ഇന്ന് രാത്രി മടങ്ങി വരുന്ന വാലിബനെ കണ്ട് വീട് പൂട്ടി കാർ വിട്ടു പോകുന്ന ഒരപ്പനെയല്ല പരിചയപ്പെടുത്തുന്നത്. ദൂരത്ത് വരുന്ന മകനെ കണ്ടിട്ട് വാതിലുകളെ തുറക്കുന്ന ഒരപ്പാവ് ഇന്ന് നൽസെയ്തി കൂട്ടങ്ങളിൽ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. അവൻ പേരത്രേ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി താങ്കൾ ഒരു മദ്യപാനിയാണോ, കള്ളുകുടിയനാണോ, കുടുംബജീവിതം തകർന്ന വ്യക്തിയാണോ, ആരെങ്കിലും ഇന്ന് രാത്രി അങ്ങനെ ഉണ്ടെങ്കിൽ തായേ തകർപ്പരെ തമ്പി തങ്കച്ച് இந்த அருமையான நல் செய்திகளை கேட்டுட்டு இந்த நாட்களில் நீ மடங்கி വരുന്നെങ്കിൽ ഉയരത്തേക്കുള്ള വീട്ടുക്കുള്ള വാതിൽ നിനക്ക് വേണ്ടി തുറക്കുന്ന ഒരു അപ്പാവ് ഇന്ന് രാത്രി இந்த നൽ செய்தி കൂട്ടങ്ങൾ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. അവൻ താൻ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ഇന്ന് രാത്രി കൊച്ചുമോൻ വന്നിട്ട് അപ്പാ വിട്ട് പേശി അപ്പാ എങ്ക കൂടെ പോട പൊടിയാത് നമ്മ ഇവിടെ നല്ല സ്ഥലം താന്നിമൂട് റബ്ബർ കൊണ്ട് നമ്മ റബ്ബർ കിടക്കുന്ന ഒട്ടുപാലിരിക്കുന്ന അങ്ക പെരയിൽ ഒരു പായ തന്നാൽ ഞാൻ കിടക്കാം. അപ്പം പേശി ഒരു കാര്യമുണ്ട് തായെ തകർപ്പറേ എൻ്റെ പിള്ളയെ നീ ഇങ്ക വീട്ടുക്കുള്ള പോയതിന് ശേഷം ഞാൻ ആണ്ടവർക്ക് മുന്നേ ജപത്തെ കൊടുക്കുന്നത് 1 2 നീ കൈകളത്തിടാൻ ഒരു മോതിരം നല്ല റിങ്ങിന് തട്ടാൻ തങ്കപ്പനെ കൊണ്ട് റെഡിയാക്കി വെച്ചിരിക്കുക. 3 നിനക്കിടാൻ ബാറ്റയുടെ ചെരുപ്പും വെച്ചിരിക്കുക. അതല്ല എൻ്റെ പ്രസംഗം. എവൻ ആര് 9 മാസമായി പന്നിയുടെ കൂട്ടത്തിൽ കിടക്കുക. ഒരു ഉടുപ്പ് ഒരു മുണ്ടുകയുള്ളൂ. ചാണകവും പന്നിയുടെ മൂത്രവന്റെ ശരീരത്തിനകത്ത് വന്ന കൊച്ചുമോന്റെ നിറം നോക്കാതെ, മണം നോക്കാതെ, പണം നോക്കാതെ, കളർ നോക്കാതെ, കുടുംബം നോക്കാതെ കെട്ടിപ്പിടിച്ച ഒരപ്പന് ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തുന്നു. അവൻ പേരത്രേ ഉയർത്തെഴുന്നേറ്റോ യേശു ക്രിസ്തു. ഇന്ന് രാത്രി താങ്കൾ ഒരു മദ്യപാനിയാണോ, കുടുംബജീവിതം തകർന്ന വ്യക്തിയാണോ, ജീവിതത്തിന് വഴികൾ അടഞ്ഞ വ്യക്തിയാണോ, മകനേ മകളെ ഇന്ന് രാത്രി സ്വർഗം നിന്നെ മാടി വിളിക്കുന്നു. മടങ്ങി വാ. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വാതിലുകൾ തുറന്നു കിടക്കുന്നു. ഇന്ന് രാത്രി അവനെ മണിയറയ്ക്കകത്ത് അപ്പം കൊണ്ടുപോയില്ല. അവസാന ഭാഗം എന്താ മണിയറയ്ക്കകത്ത് കൊണ്ടുപോകാതിരുന്ന കാര്യം എന്താ കാര്യം? അവനോട് പറഞ്ഞു നിന്നെ ധരിപ്പിക്കുവാൻ ഒരു രക്ഷയുടെ വസ്ത്രമുണ്ട്. സ്തോത്രം. ഒന്നാമത്തെ യാദം ഏദന്റെ പൂങ്കാവനത്തിൽ പാപത്തിലേക്ക് വന്ന് രക്ഷയുടെ വസ്ത്രത്തെ അവൻ നഷ്ടപ്പെടുത്തി. മകളെ മകളെ ഒടുക്കലത്തെ യാദം കാൽവരുടെ കൊലക്കളത്തിൽ തൻ്റെ ദേഹമാകുന്ന തിരശീല നമുക്ക് വേണ്ടി ചീന്തി അവൻ രക്തത്താൽ നമ്മളെ വിലയ്ക്ക് വാങ്ങിയെങ്കിൽ ആ രക്ഷയുടെ വസ്ത്രമുള്ളവന് മണിയറയിൽ കൊണ്ടുപോകാൻ എന്നാഥൻ വരാറായി. കരമുയർത്തി കർത്തർക്ക് മഹിമൈ. ഇന്ന് രാത്രി കുഞ്ഞാടിന്റെ കല്യാണവും വന്നു. തൻ്റെ കാന്തയും തന്നെത്താൻ വിശുദ്ധീകരിക്കട്ടെ. മക്കളെ, യഹൂദന്റെ ആലയം അവിടെ പണി ഉയരുന്നതിന് മുമ്പ് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് അനുദപിച്ച് മുങ്ങി സ്നാനമേറ്റ് പരിശുദ്ധാത്മ ശക്തിയിൽ ആരാധിക്കുന്ന ദൈവസഭയെ ചേർക്കാൻ കാന്തൻ വരാറായി. ഒരു കാര്യം കൂടെ പറഞ്ഞ് ആരാധനയിലേക്ക് ഒരു വാക്യം കൂടെ വായിക്കണമെന്നുണ്ട്. വയ്യ, ശ്വാസത്തിൻ്റെ വേരിയേഷൻ. മക്കളെ 7:30 തുടങ്ങിയതാ. ഇപ്പോഴെങ്കിലും നിർത്തിയെങ്കിലേ നാളെ രാവിലെയും വൈകിട്ടും പ്രസംഗിക്കാൻ പറ്റൂ. ഇവിടെ കയറിയപ്പം തന്നെ ഗുളികയും കഴിച്ചുകൊണ്ടാണ് കയറിയത്. പ്രസംഗിക്കുന്നവൻ്റെ വേദന പലർക്കും അറിയത്തില്ല. പോസ്റ്റ് അങ്ങ് ഇട്ടുകൊണ്ടിരിക്കുമല്ലേ ജോസ് പാസ്റ്റർ. സ്വോത്രം. നീ എല്ലാം ഇട്ടുകൊണ്ടിരിക്കും. സ്വോത്രം. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. ഇന്ന് രാത്രി ടൈറ്റാനിക് കപ്പൽ എല്ലാവരും പറയും 1910. ബാക്കി ടൈറ്റാനിക് നാളെ ഏപ്രിൽ മാസം 10-ാം തീയതി യാത്രയായത്. 50,000 ഹോഴ്സ് പവർ, അതായത് 3,500 യാത്രക്കാർ, 2,221 കിലോമീറ്റർ, സതാംപ്ടൺ ടു ന്യൂയോർക്ക്. ഇന്ന് രാത്രി അവസാന ഭാഗങ്ങളിലേക്ക്. ഇന്ന് രാത്രി ആ യാത്ര മുൻപോട്ട് പോകുമ്പോൾ 50,000 ഹോഴ്സ് പവർ ഉള്ള ടൈറ്റാൻ
അടിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ടൈറ്റാൻ, മലയാളം രാക്ഷസൻ, തമിഴ് എന്താ അറിയത്തില്ല. അതിൻ്റെ അടിയിൽ ഇംഗ്ലീഷിൽ നെവർ ഡിസ്ട്രോയ് ദി ഷിപ്പ്, ഈ കപ്പൽ ആർക്കും തകർക്കാൻ കഴിയത്തില്ല. ആട്ടം പാട്ടും 4 ദിവസം കഴിഞ്ഞു. മഞ്ഞുമല. ക്യാപ്റ്റൻ സ്മിത്തിനോട് നാട്ടുകാർ പറഞ്ഞു, സാറേ മഞ്ഞുമല. അദ്ദേഹം പറഞ്ഞു, ദൈവം വിചാരിച്ചാലും ഇതിനെ തകർക്കാൻ കഴിയത്തില്ല. இந்த நாட்களில் நல் செய்தி கூட்டம் 22வது இரவு எங்க பக்கத்து எங்க இருக்குது, நின் ககனமா பணம் இருக்குது, பவர் இருக்குது, காவல்துறை அதிகாரிகள் இருக்குது. நீ நாட்டுக்கார்கிட்ட தாயே தகர்ப்பனை கூப்பிடும். என் கையில் தொட்டு இருக்குது, என் கையில் ஊழியக்கார் இருக்குது, என் கையில் കാവൽത്തുறை അധികാരികൾ இருக்குது. ഒരാഴ്ച മതി നിന്നെ തകർക്കാൻ. മനസ്സിലാകുന്നവർക്കായി 50,000 ഹോഴ്സ് പവർ, 35,000 50,000 HP, 3,500 യാത്രക്കാരുമായി പോയ മുന്നറിയിപ്പുകളെ അവഗണിച്ചപ്പോൾ ടൈറ്റാനിക് കപ്പൽ തകർന്നു വീണു. എൻ്റെ പ്രസംഗം അതല്ല. ആ കപ്പലിൻ്റെ മുകളിൽ ഒരു ചെറുപ്പക്കാരൻ നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ഉച്ചയ്ക്ക് നല്ല ചപ്പാത്തി സാപ്പിട്ടുകൊണ്ടിരുന്നപ്പോൾ തകരുന്നു. അവൻ്റെ പിടികിട്ടി. താഴെ അവൻ്റെ കിടക്കയിൽ, ഇന്നത്തെ ATM ഒന്നുമല്ല മക്കളെ, താഴെ അവൻ്റെ കിടക്കയിൽ എന്തായിരിക്കുന്നത്? ഒരു $2,00,000 അമേരിക്കയാണ്. അവൻ വിചാരിച്ചു ഓടിപ്പോയി ഡോളർ എടുക്കാം. അവൻ്റെ അന്തരാത്മാവിൽ ആരോ പറഞ്ഞു, നീ കീഴെ പോയി அந்த பெட்டுக்குள்ள ഡോളർ തൂക്കി നിൻ പാക്കറ്റിൽ ഇടുവത് കപ്പൽ വെള്ളത്തിൽ പോയ തിരികെ വരക്കൂടാതെ. നീ அந்த സമുദ്രத்துக்குள்ள ഉപ്പ് വെള്ളത്തിൽ തണ്ണിക്കുള്ള നീ കീഴെ പോകും. அதுக்கு தான் அவன் உள்ளத்தை கத்தை. അപ്പോൾ ആ மெஸ்ஸுக்குள்ள എന്താ കണ്ട? ലൈഫ് ஜாக்கெட் தூக்கி இருக்குது. யாரோ உண்மையான அவர் கண்ணுபிடித்து சொல்லு மாதிரி அவன் கேட்டிருக்குது, இந்த லைஃப் ஜாக்கெட் எடுத்தால் நான் എങ്കയോ തണ്ണിയിൽ ചാടിയാൽ ഒരു ബോട്ട് വന്ന് എന്നെ കരയ്ക്ക് കൊണ്ടുപോകും. ആ ചെറുപ്പക്കാരൻ ആ പുസ്തകം വായിച്ച് കരഞ്ഞു. $2,00,000 അവൻ മറന്നു. ലൈഫ് ജാക്കറ്റ് എടുത്ത് ഒറ്റ ചാട്ട് വെള്ളത്തിനകത്ത് അവൻ നീന്തി. എവിടുന്ന് ഒരു വള്ളം വന്ന് രക്ഷപ്പെടുത്തി. ആ പുസ്തകത്തിൻ്റെ അടിക്കുറിപ്പ് അവൻ ഇങ്ങനെ എഴുതി, എൻ്റെ $2,00,000 വേണ്ടി അറ്റ്ലാന്റിക്കിൻ്റെ 2ാമത്തെ തട്ടിൽ എൻ്റെ മുറിയിൽ ഇറങ്ങിയെങ്കിൽ ഒരു കാലത്തും പൊങ്ങി വരാതെ വെള്ളത്തിൽ വീണ് പോയേന്. എന്നാൽ എൻ്റെ മുൻപിലകത്ത് ഒരു ലൈഫ് ജാക്കറ്റ് കണ്ടു. അതെടുത്ത് ഞാൻ രക്ഷപ്പെട്ടെങ്കിൽ ഇന്നത്തെ 22ാമത് കൺവെൻഷനകത്ത് ഒരു ലൈഫ് ജാക്കറ്റിനെ ഇന്ന് രാത്രി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. അവൻ്റെ പേരത്ര ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. இந்த நாட்களில் அருமையான வேதம் சொல்கிறது, മഞ്ഞാലിമൂട് മറ്റൊരുത്തനിലും ഇനി രക്ഷപ്പെടാതെ നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിൻ്റെ നാമം. ഇന്ന് രാത്രി എന്താ? യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനെ പകരുന്നു. യേശു ക്രിസ്തു രാജാതി രാജാവായി മടങ്ങി വരുന്നു. മഞ്ഞാലിമൂടേ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ട്രംപും നാളത്തെ പത്രവാർത്ത, ട്രംപ്, എലോൺ മസ്ക്, നെതന്യാഹു, കൂടെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കർ നിൽക്കുന്ന സൺ ടിവിയും ജെമിനി ടിവിയും കലൈഞ്ചർ ടിവിയും നിങ്ങൾ കാണുമ്പോൾ ഒരു എതിർ ക്രിസ്തുവിൻ്റെ വരവ്. കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ ഒരു വെള്ളക്കുതിര സമാധാനമായി വരുന്നത്. ദൈവാലയം പണിയാൻ, ആലയം പണിയുന്നതിന് മുമ്പ് ചങ്കില ചോരയാൽ, ആലയത്തിനകത്ത് കമ്പ്യൂട്ടർ വരുന്നതിന് മുമ്പ് തേജസ്സിൽ യേശുവിൻ്റെ പൊന്മുഖം. കമ്പ്യൂട്ടറിനെയും പന്നിയുടെ രക്തത്തെയും കൊള്ളാത്തവരെ അറുത്തു വീഴും. അതിനു മുമ്പ് ചങ്കില ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കാൻ യേശു വരാറായി. യെരുശലേമിൻ്റെ നിലവിളി ലോകം മുഴുവൻ ഉയരാറായി. ആ നിലവിളി ലോകം ഉയരുന്നതിന് മുമ്പ്, യെരുശലേം നിലവിളിക്കുന്നതിന് മുമ്പ് മഞ്ഞാലിമൂട്ടിൽ ഒരു ശബ്ദം കേൾക്കും, കരമുയർത്താം. അത് താൻ കർത്താവ്, തൻ ഗംഭീരനാദം. കരമുയർത്തുന്ന ദൈവമക്കൾക്കായി പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിൻ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടിരിക്കുന്ന നാം അവനെ എതിരേൽപ്പാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടും. ഇന്ന് രാത്രി സത്യവചനം കേട്ടിട്ട് മേടയ്ക്കുള്ള ആളായി ആജറാത്കോ इसी संदेश सुनने वाला मेरा भाइयों बहनों, आज लोग किधर भी जाने का नहीं, पैसा खर्चा नहीं करने का, पगाड़ घूमने का नहीं. आज रात को अपना दिल में सोच के हाथ रखे, मेरा परमेश्वर उनका बेटा यीशु मसीह को इधर धरती में भेज दिया. अपना पाप का परिहार में 2000 साल पहले वो मृत्यु हो गया. उनका खून से मेरे को सफाई करो. एक भगजवाला आया, एक को यीशु का पेट में मार दिया, उधर से खून निकल गया. उनका खून से मेरे को सफाई करो. இந்த நாட்களிலே 22ാമത്തെ അരുമயான കൺവെൻഷൻ കൂട്ടങ്ങളിൽ 3ാമത് நல் செய்தி கூட்டத்தை தாயே தகர்ப்பரே தம்பி தங்கச்சி எங்கேயோ கார் இருக்குது, ஆன்லைன் இருக்குது, எங்க கூட போக முடியாது. இந்த நாட்களிலே அருமையான வேதம் சொல்கிறது, கல்வாரி சிலுவையிலே ஆட்டுக்குட்டியின் ரத்தத்தால் എന്നെ ഒന്ന് കഴുകണമെന്ന് യാർ കരമുയർത്തു അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്കപ്പെടും. ഇന്ന് രാത്രി ദിസ് ഈവനിങ് 22 the convention third day, are you sitting at anywhere? My brother, my sister, my fathers, my church, do not go to everyone. No need money.
this evening. Lift your hand. Jesus Christ is my Savior. യേശു എൻ്റെ രക്ഷകൻ എന്ന് പറഞ്ഞ് ചങ്കത്ത് കൈവച്ച് കരമുയർത്തുന്നവനെ ചേർക്കാൻ യേശു വരാറായി. ബാക്കി ഭാഗങ്ങൾ നാളെ രാത്രിയിൽ. എല്ലാവരും എഴുന്നേൽക്കാം. ആരും ഗ്രൗണ്ട് വിട്ട് പോകരുത്. ഒരു പക്ഷി ഇന്ന് ഈ മറ്റേ കേരളത്തിലെ കുഴപ്പമുള്ളായിരുന്നു. ഇപ്പൊ തമിഴ്നാട്ടിൽ ഈ കുഴപ്പം വന്നിരിക്കുക. ആരാധന തീരുന്നതിന് മുമ്പ് ആൾക്കാർ മതിൽ ചാടും. അങ്ങനെ ചെയ്യരുത്. ഒരു പക്ഷിക്ക് 2 റക്ക് ഇരിക്കുന്നത് സന്തോഷമില്ലല്ലോ. തമിഴ് ചിറകിന് റക്കെന്നല്ലേ പറയുന്നത്. സിറക്. ഒരു പക്ഷിക്ക് 2 സിറക് ഇരിക്കുന്നത്. വചനം മാത്രം പോരാ. ഒരു സിറകിൽ വചനം, ഒരു സിറകിൽ ആരാധന. എല്ലാ ക്യാൻസറുകൾ, എല്ലാ ട്യൂമറുകൾ കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റ ஆண்டவரின் வல்லமை இந்த நாட்களில் நோய்கள், கேன்சர், கட்டிகள் எல்லாம் இந்த ஆராதனையில் மாறட்டும். ஆண்டவருக்கு மகிமை கொடுத்து